അപ്പോൾ എല്ലാവർക്കും PK ലേണിംഗ്സിൻ്റെ അടുത്തൊരു ദിവസം കൂടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നവോത്ഥാന നായകർ എന്നൊരു ഭാഗത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ക്ഷേത്രപ്രവേശന വിളംബരവും അതിനെ സംബന്ധിച്ച കാര്യങ്ങൾ നവോത്ഥാന നായകന്മാരുടെ തന്നെ വളരെയധികം അല്ലെ കേരള ചരിത്രത്തിൽ അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ വളരെയധികം വഴിത്തിരിവായ ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഓരോ നവോത്ഥാന നായകരുടെ കാര്യം പഠിക്കാം. അപ്പം ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ അധികം വിഷമിക്കൊന്നും വേണ്ട. അതായത് വളരെ എളുപ്പത്തിൽ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ പുരാണങ്ങൾ പഠിച്ച പോലത്തെ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ കേട്ടിട്ടും ഒക്കെ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ഒന്നും കൂടി മെമ്മറിയിലോട്ട് റീകളക്ട് ചെയ്യുന്നതേ ഉള്ളൂ. അത് മാത്രമല്ല PDF തയ്യാറാക്കിയേക്കുന്നതും എല്ലാം വളരെ സിമ്പിളായിട്ട് തന്നെയാണ്. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിന് നിങ്ങൾക്ക് PDF കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ ക്ലാസ് ഫസ്റ്റാണ് കാണുന്നതെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക്. അപ്പോൾ അതിൽ കയറിയാൽ നിങ്ങൾക്ക് ഇത് മുന്നേ ഉള്ള ക്ലാസ്സുകളുടെ ലിങ്കും അതോടൊപ്പം തന്നെ PDF ഒക്കെ തന്നെ കിട്ടും. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കാണുക, വിട്ടുപോകാതെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ ആദ്യം പോലെ തന്നെ കാണുക കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നിങ്ങളോട് ഒരു കാര്യം ഒരു ക്ലാരിറ്റി വരുത്താനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ദേവസ്വം ബോർഡുകളുടെ കാര്യമൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ കാര്യം പറഞ്ഞല്ലേ. ഗുരുവായൂർ ദേവസ്വം ബോർഡ് രൂപീകരിച്ച കാര്യം നമ്മൾ 1978 അത് രൂപീകരിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ നമുക്കൊരു PYQ ഉണ്ടായിരുന്നു, എന്നാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ അതിന് ഉത്തരം വരുന്നത് 1956 ഓക്കെ. 1956 ദേവസ്വം ബോർഡ് ഉത്തരം കിടക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു വ്യത്യാസം എന്താണ്? ഇപ്പം നിങ്ങളാണെങ്കിൽ PYQ ചെയ്തിട്ടുള്ളവർക്ക് സംശയം തോന്നും, എന്തുകൊണ്ടാണ് 1956 പിന്നെ ഒരു 1978 നിയമം വരുന്നത് 1978 അപ്പോൾ എങ്ങനെയാണ് 1956 രൂപീകരിക്കപ്പെടുന്നത് എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ക്ലാരിറ്റി തരാനാണ്. അപ്പോൾ ഈ 1956 എന്ന് പറയുമ്പോഴത്തേക്കും ഈ വർഷത്തിന് പ്രത്യേകതയുള്ള കേരളം രൂപീകരിക്കപ്പെട്ട വർഷം. അപ്പോൾ ഈ ഒരു സമയത്ത് കേരളത്തിൻ്റെ സംസ്ഥാന നിയമം അനുസരിച്ചിട്ട്, അതായത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പ്രത്യേക നിയമം ഒന്നും രൂപീകരിക്കപ്പെട്ടിട്ടില്ല. അന്നത്തെ ഒരു സ്റ്റേറ്റ് ലോ ബേസ് ചെയ്തിട്ട് എന്നുണ്ടായി ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ് അന്ന് രൂപീകരിക്കപ്പെട്ടിരുന്നു. പക്ഷേ ഇന്ന് കാണുന്ന രീതിയിൽ വളരെയധികം, അതായത് ആധുനിക രീതിയിൽ സ്ട്രക്ചേർഡ് ആയിട്ട് രൂപീകരിക്കപ്പെട്ടതാണ് ഈ പറഞ്ഞ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആ ഒരു ആക്ട് 1978 പ്രകാരം. അപ്പോൾ എന്നാണ് രൂപീകരിക്കപ്പെട്ടത് എന്നൊരു ചോദ്യം വന്നാൽ നിങ്ങൾ 1956 എന്ന് മാത്രം എഴുതിയാൽ മതിയാകും. അതുപോലെ തന്നെ ആധുനിക രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു നിയമം വന്നു എന്നാണ് എന്നൊക്കെ ചോദിച്ചാൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച ആധുനിക രീതിയിൽ അല്ലെങ്കിൽ ഒരു നിയമം പാസ്സാക്കപ്പെട്ടത് എന്നാണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ 1978 71 ഒരു നിയമം വന്നിരുന്നു. പക്ഷേ അതിനെയും ആധുനികവൽക്കരിച്ചിട്ടാണ് ഈ പറയുന്ന ഏത് രീതിയിൽ ഏറ്റവും പുതിയ രീതിയിൽ 1978 ഇങ്ങനെയൊരു ദേവസ്വം ബോർഡ് അതിനോട് പ്രത്യേക ഒരു നിയമം, ഗുരുവായൂർ ദേവസ്വം ബോർഡിന് പ്രത്യേക ഒരു നിയമം രൂപീകരിച്ച് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ അതിൻ്റെ ഒരു പവറും കാര്യങ്ങളും എല്ലാം ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്ത് ഫോം ചെയ്ത് ഈ ഒരു 1978 എന്ന വർഷത്തിലാണ്. പക്ഷേ ബേസിക് ആയിട്ട് എന്നാണ് രൂപീകരിച്ചെന്ന് സിമ്പിളായിട്ടൊരു ചോദ്യം വന്നാൽ 1956 തന്നെയാണ് ഉത്തരം. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി തരാനാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾ കാണുന്ന ക്ലാസ്സുകളെല്ലാം ആദ്യം മുതലേ തന്നെ എല്ലാ ക്ലാസ്സും തുടർച്ചയായിട്ട് കാണുക. കാരണം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ക്ലാരിറ്റി കുറവുള്ളൊരു ഏരിയ എന്ന് പറഞ്ഞാൽ പുതിയ ക്ലാസ്സുകളിലായിരിക്കും പരിഹരിക്കപ്പെടുന്നത് കേട്ടോ. അതുപോലെ നിങ്ങൾ ചോദിക്കുന്ന ഡൗട്ട് ആണെങ്കിലും അതിൻ്റെ അടുത്ത ക്ലാസ്സിലായിരിക്കും ക്ലിയർ ചെയ്ത് തരുന്നത്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കൃത്യമായിട്ട് കാണുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഏതാണ് നമ്മുടെ ക്ലാസ്? നവോത്ഥാന നായകന്മാർ അല്ലേ. അപ്പോൾ ഒന്നിൽ കൂടുതൽ പേരുണ്ട്. ആരാണ് കേരളത്തിൻ്റെ നവോത്ഥാന നായകൻ അല്ലെങ്കിൽ അതിൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത്? കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാ? രാജാ റാം മോഹൻ റോയ് അല്ലേ. അപ്പോൾ അതുപോലെ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് ആരാണ് വരുന്നത്? ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവായിട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പറ്റിയാണ് നമ്മൾ ഭാഗം 1 ഏറ്റവും ആദ്യത്തെ ഒരു പാർട്ട് നോക്കുന്നത്. പിന്നെ ഇത് ആദ്യം പറഞ്ഞ പോലെ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ ഒന്നുമില്ല. നമുക്ക് പെറുക്കി എടുത്ത് പഠിക്കാവുന്ന കാര്യങ്ങളാണ്. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഈ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ ആ PDF ഒന്ന് വായിക്കുക. ഇത്ര നിങ്ങൾ ചെയ്താൽ മതിയാവും. നിങ്ങളുടെ ഓർമ്മയിൽ എല്ലാം ഉണ്ടാവും. അപ്പം നമുക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാം അല്ലേ. അപ്പോൾ എവിടെയാണ് അദ്ദേഹം ജനിച്ച സ്ഥലം? അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ കാര്യം ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ എഴുതിയേക്കുന്നത്. എല്ലാ നവോത്ഥാന നായകന്മാരുടെയും കാര്യത്തിൽ നമ്മൾ അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് ഇങ്ങനെ ഒന്നും പഠിക്കണ്ട. പിന്നെ ഇതുണ്ട്, ഇതിൽ LD ലെവൽ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് ഏറ്റവും ബേസ് ലെവലിൽ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ കേസിൽ. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ബേസിക്കായിട്ട് ഇവിടെ എടുക്കുന്നത് കേട്ടോ. ശരി, അപ്പം ഇദ്ദേഹത്തിന് ജനിച്ച സ്ഥലമാണ് ഇവിടെ ചെമ്പഴന്തിയാണ് കേട്ടോ. ചെമ്പഴന്തിയാണ് ശ്രീനാരായണ ഗുരു ജനിച്ച സ്ഥലം. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ വീട്ടുപേര് ചോദിച്ചാൽ എന്താണ്? വയൽവാരം എന്നാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ വീട്ടുപേര്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ വീട്ടുപേര് പഠിച്ചു, വയൽവാരം വീടെന്ന് പഠിച്ചു. ഇനിയിപ്പോൾ അമ്മയുടെ വീട്ടുപേര് ചോദിക്കുകയാണെങ്കിൽ
ഓക്കെ, നമ്മൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അമ്മയുടെ വീട്ടുകാർ ചോദിക്കണത് എന്താ, ഇലഞ്ഞിക്കൽ വീട് എന്നാണ്. ഇതിൽ ഞാൻ പറഞ്ഞിട്ടില്ല, എഴുതിയിട്ടില്ല, പക്ഷേ നിങ്ങൾ ഓർമ്മയിൽ വെച്ചാൽ മതി. അങ്ങനെ അത്രയും സ്പെസിഫിക് ആയിട്ട് ചോദിക്കില്ല, പക്ഷേ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓർമ്മയിൽ നമുക്ക് ഓർക്കാൻ മതി. ഇലഞ്ഞി അല്ലേ, ഇലഞ്ഞി എന്താ, ഒരു മരമാണ് അല്ലേ ഇലഞ്ഞി. എറണാകുളത്ത് ഒരു സ്ഥലമുണ്ട് ഇലഞ്ഞി എന്നൊരു ഗ്രാമമൊക്കെ ഉണ്ട്. ഗ്രാമമല്ല, ചെറിയൊരു ടൗൺ ആണ്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഇലഞ്ഞി എന്നൊരു സ്ഥലമുണ്ട്, ഇലഞ്ഞി മരമുണ്ട്. അപ്പോൾ ഇലഞ്ഞിക്കൽ വീട് എന്ന് ഓർത്താൽ മതി. ഇലഞ്ഞിയുടെ വീട്ടിൽ തന്നെ, അല്ലെങ്കിൽ ഇലഞ്ഞിയുടെ താഴെ ഒരു ചെറിയൊരു വീടൊക്കെ പണിത് അവിടെ താമസിക്കുന്ന പോലെ നിങ്ങളൊന്ന് ഓർത്താൽ മതി. അപ്പോൾ ഇലഞ്ഞിക്കൽ വീട് എന്നാണ് അമ്മയുടെ വീട്ടുപേര്. അപ്പം വയൽവാരം വീടാണ്. അപ്പോൾ വയലിൻ്റെ ഭാഗത്താണ് ആരുടെ വീട്, ശ്രീനാരായണ ഗുരുവിൻ്റെ വീട് വയലിൻ്റെ കരയിലാണ്. അമ്മയുടെ വീട് എവിടെയാണ്, ഇലഞ്ഞിമരത്തിൻ്റെ ചോട്ടിലാണ്. ഇത്രയും നിങ്ങൾ ഓർത്താൽ മതി. അപ്പോൾ അതുപോലെ തന്നെ അച്ഛൻ്റെ പേരെന്ന് പറഞ്ഞാൽ മാടൻ ആശാനാണ് അച്ഛൻ്റെ പേര്. അമ്മയുടെ പേര് കുട്ടിയമ്മ. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ബർത്ത്ഡേ എന്നാന്ന് ചോദിച്ചാൽ എന്നാണ്, ഓഗസ്റ്റ് 20 ഓക്കെ, 1856 ഓഗസ്റ്റ് 20. ഈ ഡേറ്റ് ഒന്ന് ഓർമ്മ വെച്ചോണേ. 1856 ഓഗസ്റ്റ് 20 എന്നൊരു ഡേറ്റ് ഓർമ്മ വെച്ചോണേ. ശ്രീനാരായണ ഗുരുവിൻ്റെ ആയതുകൊണ്ടാണ്. വളരെയധികം പ്രാധാന്യമുള്ള ആളാണ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതറിഞ്ഞിരിക്കണം, ഡേറ്റ് ഒക്കെ അറിഞ്ഞിരിക്കണം. കാരണം അത് ഏത് കാലഘട്ടത്തിലാണ് ആൾ ജീവിച്ചിരുന്നതെന്നൊക്കെ നമ്മുടെ ഉള്ളിലൊരു ഐഡിയ ഉണ്ടാവണം അല്ലേ. 1956 എന്ത് സംഭവിച്ചു, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. 1956 സംഭവിച്ചു അല്ലേ, കേരളം രൂപീകരിച്ചു. അപ്പോൾ അതിന് ഒരു 100 വർഷം മുന്നെയാണ് എന്ത്, ശ്രീനാരായണ ഗുരു ജനിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഓർമ്മ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഈ രീതിയിലൊക്കെ കണക്ട് ചെയ്ത് വെച്ചാൽ മതിയോ. അപ്പോൾ 1856 ഓഗസ്റ്റ് 20 ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനം. ഇതേ ഓഗസ്റ്റ് 20 തന്നെ വേറൊരു പ്രത്യേകതയുണ്ട്. എന്താണ്, കൊതുക് ദിനം എന്നൊക്കെ അറിയപ്പെടുന്നത് ഇതേ ഓഗസ്റ്റ് 20 തന്നെയാണ് കേട്ടോ. കൊതുക് ദിനം എന്നൊക്കെ അറിയപ്പെടുന്നത് ഇതേ ഓഗസ്റ്റ് 20 തന്നെയാണ്. അപ്പോൾ ഓഗസ്റ്റ് 20 2 കാര്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. എന്താണ്, ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനം ഒന്നാണ്, അതുപോലെ തന്നെ എന്താ, കൊതുക് ദിനവും ഈ പറഞ്ഞ ഓഗസ്റ്റ് 20 തന്നെയാണ്. അതുപോലെ 1856 ഓർത്തിരിക്കാൻ എളുപ്പമല്ലേ. 1956 എന്ത് സംഭവിച്ചു, കേരളം രൂപീകരിച്ചു. അതിൻ്റെ ഒരു 100 വർഷം പിന്നിലാണ് എന്ത് ചെയ്യുന്നത്, ശ്രീനാരായണ ഗുരു ജനിക്കുന്നത്. പിന്നെ അതുപോലെ ബാല്യകാല നാമം എന്താ, ബാല്യകാല നാമം നാണു എന്നാണ് ബാല്യകാല നാമം. ശ്രീനാരായണ ബാല്യകാല നാമം നാണു എന്നാണ്. നാണു ആശാൻ എന്നൊക്കെ അദ്ദേഹത്തെ വിളിക്കാറുമുണ്ട്. ഇനി നമ്മൾ വിശേഷണങ്ങളിലേക്ക് വരികയാണെങ്കിൽ, കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ്, നമ്മൾ ഇപ്പം തന്നെ ഒരു 10 തവണ പറഞ്ഞൊരു ഫാക്റ്റാണ് അല്ലേ. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത് ആരാണ്, ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ തന്നെ കേരള നവോത്ഥാനത്തിൻ്റെ രാജശില്പി അങ്ങനെ ഒരു വിശേഷണം അദ്ദേഹത്തിനുണ്ട്. പി ഗോവിന്ദപിള്ളയാണ് അങ്ങനെ ഒരു വിശേഷണം നൽകിയത്. പിന്നെ 2ാം ബുദ്ധൻ എന്നൊരു വിശേഷണം ആർക്കാണുള്ളത്, അതുമുള്ളത് ഈ പറയുന്ന ശ്രീനാരായണ ഗുരു തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു പോയിരുന്നു. 1888 അരുവിപ്പുറം പ്രതിഷ്ഠയുടെ കാര്യമൊക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ ഈ ഒരു ഫാക്ട് നമ്മൾ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടല്ലോ അല്ലേ. അതുപോലെ തന്നെ അധകൃത വർഗോധക്കാരൻ എന്നൊക്കെ പറഞ്ഞ ആരെന്ന് ചോദിച്ചാൽ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ് അങ്ങനെ ഒരു വിശേഷണം നൽകിയത്. അതുപോലെ മലയാള മനോരമ വിശേഷിപ്പിച്ചത് എന്താണ്, 1 നൂറ്റാണ്ടിൻ്റെ മലയാളി എന്നാണ് ശ്രീനാരായണ ഗുരുവിനെ പറ്റി മലയാള മനോരമ വിശേഷിപ്പിച്ചത്. 1 നൂറ്റാണ്ടിൻ്റെ മലയാളി എന്നാണ്. അതുപോലെ തന്നെ PK ഗോപാലകൃഷ്ണൻ വിശേഷിപ്പിച്ചത് വിശ്വമാനവികതയുടെ പ്രവാചകൻ. ഇതെല്ലാം ഒന്നും നിങ്ങൾ ഓർത്തിരിക്കേണ്ട. നിങ്ങൾ ഇതിനകത്ത് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് മസ്റ്റായിട്ട് ഓർത്തിരിക്കണം, രാജശില്പി ഓർത്തിരിക്കണം, 2ാം ബുദ്ധൻ ഓർത്തിരിക്കണം. അതുപോലെ എന്താ, അധകൃത വർഗോധക്കാരൻ അതും നിങ്ങളൊന്ന് ഓർത്തിച്ചു. കാരണം കുറ്റിപ്പുഴ കൃഷ്ണപിള്ള അദ്ദേഹം വിശേഷിപ്പിച്ചതാണ് 1 നൂറ്റാണ്ടിൻ്റെ മലയാളി. ഇത്രയും ഓർമ്മയിൽ വെച്ചാൽ മതി. ഇനി മറ്റൊരു ഫാക്ട്, ഗുരുവിൻ്റെ ഗുരുക്കളെ പറ്റി നമുക്ക് അറിഞ്ഞാലോ. ഗുരുവിൻ്റെ ഗുരു ആരാ, ഗുരുവിൻ്റെ ആദ്യകാല ഗുരു എന്ന് പറഞ്ഞ ആരാണ്, കണ്ണങ്കര മുത്തുപ്പിള്ള ആശാൻ. കണ്ണങ്കര മുത്തുപ്പിള്ള ആശാനാണ് ഗുരുവിൻ്റെ ആദ്യകാല ഗുരുവായിട്ട് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഗുരുവിന് തൈക്കാടയ്യെ പരിചയപ്പെടുത്തി തരാമെന്ന് വെച്ചാൽ ചട്ടമ്പി സ്വാമികളാണ് കേട്ടോ. ഗുരുവിന് തൈക്കാടയ്യെ പരിചയപ്പെടുത്തി കൊടുത്തത് ചട്ടമ്പി സ്വാമി. ഇതേ ചട്ടമ്പി സ്വാമികൾ തന്നെയാണ് ആർക്ക്, വിവേകാനന്ദൻ 1892 കേരളം സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ ഈ കേരളം സന്ദർശിക്കുന്ന സമയത്ത് വിവേകാനന്ദ സ്വാമിക്ക് ചിന്മുദ്രയുടെ പ്രാധാന്യവും അതുകൊണ്ടുള്ള ഗുണങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കുന്ന ആരാണ്, ഇതേ ചട്ടമ്പി സ്വാമികൾ തന്നെയാണ് കേട്ടോ. അപ്പം ഗുരുവിന് തൈക്കാടയ്യെ പരിചയപ്പെടുത്തി തരാമെന്ന് വെച്ചാൽ ആരാണ്, ചട്ടമ്പി സ്വാമികളാണ് ഗുരുവിന് തൈക്കാടയ്യെ പരിചയപ്പെടുത്തി കൊടുത്തത്. അതുപോലെ ഗുരുവിനെ ഹഠയോഗ വിദ്യ പകർന്നു നൽകിയത് ആരാണെന്ന് വെച്ചാൽ ആരാണ്, തൈക്കാടയ്യാണ്. ഗുരുവിന് ഹഠയോഗ വിദ്യ പകർന്നു നൽകിയത് തൈക്കാടയ്യാണ്. അതുപോലെ തന്നെ ഗുരു തപസ് അനുഷ്ഠിച്ച ഗുഹ അതെവിടെയാണ്, കന്യാകുമാരി ജില്ലയിലാണ് കേട്ടോ. ഗുരു തപസ് അനുഷ്ഠിച്ച ഗുഹ ഏതാണെന്ന് വെച്ചാൽ അത് എവിടെയാണെന്ന് വെച്ചാൽ അത് കന്യാകുമാരി ജില്ലയിലാണ്. പിള്ളത്തടം, മരുത്വാമലയിലെ പിള്ളത്തടം എന്ന ഗുഹയിലാണ് അദ്ദേഹം തപസ് അനുഷ്ഠിച്ചത്. അത് കന്യാകുമാരിയിലാണ്. ആ ഒരു ഫാക്ട് ഒന്ന് പ്രത്യേകം ഓർമ്മ വെക്കണേ. അതുപോലെ തന്നെ കോടതി വ്യവഹാരങ്ങളിൽ നിന്നൊക്കെ ശ്രീനാരായണ ഗുരുവിനെ ഒഴിവാക്കിയത് ഏത് വർഷം എന്ന് വെച്ചാൽ 1911 കേട്ടോ. ഗുരുവിനെ തിരുവിതാംകൂറിൻ്റെ ദേശീയ സന്യാസിയായിട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പ്രഖ്യാപിച്ച ആരെന്ന് വെച്ചാലാണ്, ശ്രീമൂലം തിരുനാളാണ് ഗുരുവിനെ തിരുവിതാംകൂറിലെ ആ സമയത്ത് എന്താ ഇപ്പം നമ്മൾ വിശുദ്ധൻ എന്നൊക്കെ പറയല്ലേ എന്ന് പറഞ്ഞ രീതിയിൽ ആ ഒരു സ്ഥാനം കൊടുത്ത് ഒരു ദേശീയ സന്യാസി എന്ന് പ്രഖ്യാപിച്ചത്
ഈ പറയുന്ന ശ്രീമൂലം തിരുനാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം കണക്കിലെടുത്ത് തന്നെയാണ് ഈ ഒരു രീതിയിൽ അദ്ദേഹത്തിനെ ആദരിച്ചത്. അപ്പോൾ നമ്മൾ അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠയിലോട്ട് വന്നാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലേ. അരുവിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്നാണ് 1887 അരുവിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ചത്. അപ്പോൾ ഇതിനുശേഷം 1888 ശിവരാത്രി ദിനത്തിലാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഈ പറയുന്ന ശിവലിംഗ പ്രതിഷ്ഠ അല്ലെങ്കിൽ ശിവന്റെ പ്രതിഷ്ഠ നടത്തുന്നതൊക്കെ. അപ്പോൾ ഇത് നെയ്യാർ, അതിൻ്റെ കരയിലൂടെ ഒഴുകുന്ന നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്നുള്ള കയത്തിൽ നിന്നെടുത്ത കല്ലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചത്. അപ്പോൾ ഇതൊക്കെ അന്ന് ഭയങ്കര ബഹളങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴാണ് ഗുരുവിൻ്റെ ഒരു പ്രശസ്തമായ വാചകം അല്ലേ, ഞാൻ ഈഴവ ശിവനെയാണല്ലോ പ്രതിഷ്ഠിച്ചത് എന്നൊരു വാചകം. അത് ഈ അരുവിപ്പുറം ക്ഷേത്രപ്രതിഷ്ഠയുമായി അനുബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ എന്താണ്, ജാതിഭേദം മതദ്വേഷം ഏതുമില്ല സർവരും സോദരത്വം വാഴുന്ന മാതൃക സ്ഥാനമാണിത് എന്നൊക്കെയുള്ള ആ ഒരു എഴുത്ത്, അത് ഈ ഒരു ഗുരുവചനം ആലേഖനം ചെയ്തിട്ടുള്ള എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ്, അരുവിപ്പുറം ക്ഷേത്രഭിത്തിയിലാണ് ഈ ഒരു വചനം ആലേഖനം ചെയ്തിട്ടുള്ളത് എന്നൊരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം. അതുപോലെ തന്നെ ശിവശതകം എന്നൊരു ഗ്രന്ഥം, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ പലതും ഉണ്ട്, ജാതി മീമാംസ, അപ്പം ഇതുപോലുള്ള ഗ്രന്ഥങ്ങളെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ വളരെ പ്രശസ്തമായ ഗ്രന്ഥമാണ് ശിവശതകം. ഈ ശിവശതകം എന്ന ഗ്രന്ഥം രചിച്ചതും ഈ അരുവിപ്പുറം ക്ഷേത്രപ്രതിഷ്ഠയെ തുടർന്നാണ് കേട്ടോ. ഇത് ഗുരുവിനെ സംബന്ധിച്ച് ഏറ്റവും ആദ്യത്തെ ഒരു തുടക്കം എന്നൊക്കെ പറയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനുശേഷം ഗുരു കണ്ണാടി പ്രതിഷ്ഠ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അത് ഏറ്റവും ആദ്യം കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്നത് കളവങ്കോടാണ്, ഏറ്റവും അവസാനം നടത്തുന്നത് ഉല്ലലയിലാണ്. അതുകൂടാതെ തന്നെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ, ഇങ്ങനെയുള്ള ജഗന്നാഥ ക്ഷേത്രം, ഇങ്ങനെയുള്ള പല ക്ഷേത്രങ്ങളുടെയും പ്രതിഷ്ഠകൾ കാര്യങ്ങളെല്ലാം ഗുരു നടത്തുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് നോക്കാം. അപ്പം 1889 ഗുരു പ്രതിഷ്ഠ നടത്തിയ പ്രഥമ സുബ്രഹ്മണ്യ ക്ഷേത്രം, ഏറ്റവും ആദ്യം ഗുരു പ്രതിഷ്ഠ നടത്തിയ സുബ്രഹ്മണ്യ ക്ഷേത്രം എന്ന് വെച്ചാൽ ഏതാണ്, വേലായുധ നട വക്കം സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് ഏറ്റവും ആദ്യം ഗുരു പ്രതിഷ്ഠ നടത്തുന്നത്. പിന്നെ ഗുരുവിനെ സംബന്ധിച്ച് ഒരു വളരെ പ്രശസ്തമായ ഗുരുവചനം എഴുതിയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഈ പറഞ്ഞ മുരുക്കുംപുഴ ക്ഷേത്രം. അവിടെ എന്താ, സത്യം, ധർമ്മം, ദയ, ശാന്തി എന്നീ വാക്കുകൾ ആലേഖനം ചെയ്തിട്ടുള്ളത്. അത് ഏത് ക്ഷേത്രത്തിലാണ് ചെയ്തിട്ടുള്ളത്, മുരുക്കുംപുഴ ക്ഷേത്രത്തിലാണ് ഇത് ആലേഖനം ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഗുരുവിൻ്റെ പ്രഥമ കണ്ണാടി പ്രതിഷ്ഠ അതെവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ്, കളവങ്കോടാണ് ഗുരുവിൻ്റെ ഏറ്റവും ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടക്കുന്നത്. അതിൽ അവസാനത്തെ കണ്ണാടി പ്രതിഷ്ഠ എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ്, വെച്ചൂരിൻ്റെ അടുത്തുള്ള ഉല്ലല എന്നുള്ള ക്ഷേത്രത്തിലാണ്, ആലപ്പുഴ ജില്ലയിലാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠയും അവസാനത്തെ കണ്ണാടി പ്രതിഷ്ഠയും നിങ്ങളൊന്ന് ഓർമ്മ വെക്കുക. ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടക്കുന്നത് കളവങ്കോടാണ്, അവസാന കണ്ണാടി പ്രതിഷ്ഠ നടക്കുന്നത് വെച്ചൂരിനടുത്തുള്ള ഉല്ലല ക്ഷേത്രത്തിലാണെന്നൊരു കാര്യം കൂടെ ഒന്ന് നിങ്ങൾ ഓർക്കണം. ഇനി അടുത്തത്, ഗുരു തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടത്തിയ വർഷം എന്ന് ചോദിച്ചാൽ 1908. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടത്തിയത് 1908. ഗുരു ശിവഗിരി ശാരദ പ്രതിഷ്ഠ നടത്തിയത് 1912. ഇത് നിങ്ങളൊരു കൂടുതൽ പ്രയോറിറ്റിയിൽ ഓർത്ത് വെക്കാം. ഇപ്പം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര പ്രതിഷ്ഠ ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഈ ശിവഗിരി ശാരദ പ്രതിഷ്ഠ ഗുരുവിനെ സംബന്ധിച്ച് പറയുമ്പം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രതിഷ്ഠ തന്നെയാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർമ്മ വെക്കുക, 1912. അതുപോലെ തന്നെ കേരളത്തിൻ്റെ പുറത്ത് അദ്ദേഹം നടത്തിയൊരു പ്രതിഷ്ഠ അതെവിടെയെന്ന് വെച്ചാൽ അതെവിടെയാണ്, കർണാടകയിൽ ആണ് അദ്ദേഹം നടത്തിയ ഒരു പ്രശസ്തമായ ഒരു പ്രതിഷ്ഠ. അത് മംഗലാപുരത്തെ ഭില്ല സമുദായങ്ങൾക്കായിട്ട് കേരളത്തിൻ്റെ പുറത്ത് തിരുപ്പതീശ്വര ക്ഷേത്രം പ്രതിഷ്ഠിച്ചുകൊണ്ട് ഗുരു പ്രതിഷ്ഠാ കർമ്മങ്ങൾ അവിടെ വിപുലമാക്കി. അപ്പം ഈ പറഞ്ഞ കർണാടക അല്ലെങ്കിൽ അവിടെ മംഗലാപുരം ജില്ലയിൽ അവിടെ ഈ ഭില്ല സമുദായത്തിൽപ്പെട്ടവർക്ക് നടത്തിയൊരു പ്രതിഷ്ഠയാണ് എന്നൊരു കാര്യം നിങ്ങൾ ഓർമ്മയിലിരുന്നാൽ മതി. ഇനി നമ്മൾ ശിവഗിരി ശാരദ പ്രതിഷ്ഠയിലോട്ട് വരുമ്പം അത് നമ്മൾ വർഷം പറഞ്ഞല്ലേ, 1912 എന്നൊരു വർഷം നമ്മൾ പറഞ്ഞു. അതിനൊരു അഡീഷണൽ ആയിട്ട് ഞാൻ 2 പോയിന്റും കൂടെ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രസിഡന്റ് പൽപ്പുമാണ്, സെക്രട്ടറി വരുന്നത് കുമാരനാശാനാണ്. ഓക്കെ, ശിവഗിരി ശാരദ പ്രതിഷ്ഠയുടെ പ്രസിഡന്റായിട്ട് വരുന്നത് പൽപ്പുവും സെക്രട്ടറി ആയിട്ട് വരുന്നത് കുമാരനാശാനുമാണ്. പക്ഷെ നിങ്ങൾ അതിലും കൂടുതൽ ആ വർഷത്തിൻ്റെ പ്രാധാന്യം നൽകിയെന്ന് ഓർത്താൽ മതി. ആ വർഷം ഏതാണ്, 1912 എന്ന വർഷമാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ആ ഒരു ഗുരുവിൻ്റെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാൻ ഗുരു നടത്തിയ ചില പദ്ധതികളും പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് അടുത്തതായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ്, അഞ്ചുതെങ്ങിൽ സ്കൂളും അധസ്ഥിതർക്ക് ശിവഗിരിയിൽ നിശാപാഠശാലയും ആരംഭിച്ച വർഷം 1881. ഗുരു അഞ്ചുതെങ്ങിലെ സ്കൂളും അതുപോലെ തന്നെ അവിടെ അധസ്ഥിതരായിട്ടുള്ളവർക്ക് നിശാപാഠശാലയ്ക്ക് ആരംഭിച്ച വർഷം എന്ന് പറഞ്ഞാൽ അത് ഏതാണ്, 1881. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വരുന്നത് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്, നമുക്ക് അധികം വിശദീകരിക്കാൻ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതെല്ലാം ജസ്റ്റ് അത് പറഞ്ഞു തന്നെ അങ്ങ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ തിരുണ്ടുകളി, താലികെട്ട് കല്യാണം എന്നിവ ഗുരു വിലക്കിയത് എവിടെ വെച്ചാണ് ചോദിച്ചിരുന്നത്, കൊല്ലം പരവൂർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്, വർഷം 1905. പിന്നെ അടുത്ത് നമ്മൾ പറഞ്ഞത് തിരണ്ടുകളി, താലികെട്ട് കല്യാണം എന്നിവ ഗുരു വിലക്കിയത് ഇത് കൊല്ലം പരവൂർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. 1905 കൊല്ലം പരവൂർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഗുരു തിരണ്ടുകുളി അതുപോലെ തന്നെ താലികെട്ട് ഇതെല്ലാം
വിലക്കുന്നത്. ഇപ്പോൾ തിരണ്ടുകുടി എന്ന് പറഞ്ഞാൽ അന്ന് സ്ത്രീകൾ വയസ്സറിയിച്ച് കഴിയുമ്പം 12-13 വയസ്സാകുമ്പോൾ കുട്ടികൾ വയസ്സറിയിച്ച് കഴിയുമ്പോഴുള്ള ചില കർമ്മങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ആ സമയത്ത് താലികെട്ട് കല്യാണം എന്നിവയൊക്കെ ഗുരു വിലക്കുന്നുണ്ട്. അപ്പോൾ ഇത് വിലക്കുന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ അത് 1905 കൊല്ലം പരവൂർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇത് വിലക്കുന്നത്. അതുപോലെ തന്നെ ഗുരു അദ്വൈതാശ്രമം സ്ഥാപിച്ചത് എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണ്? ആലുവയിലാണ്. വർഷം 1913 ഗുരു അദ്വൈതാശ്രമം സ്ഥാപിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർമ്മ വെക്കണം. ഗുരു അദ്വൈതാശ്രമം സ്ഥാപിച്ച എവിടെ വെച്ചാൽ ആലുവയിലാണ്. വർഷം 1913 ഓം സാഹോദര്യം സർവ്വത എന്ന ആപ്തവാക്യമാണ് ഈ ഒരു ആശ്രമത്തിൻ്റെത്. അത് നിങ്ങൾ അത്ര ഓർമ്മ വെക്കേണ്ട കാര്യമില്ല, അങ്ങനെ ചോദിക്കുകയൊന്നുമില്ല. ഞാനത് ഇൻക്ലൂഡ് ചെയ്തപ്പോൾ ചെയ്തു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ മിശ്രഭോജനം നടന്നത് ഏത് വർഷം എന്ന് ചോദിച്ചാൽ ഏത് വർഷമാണ്? 1915 കേട്ടോ. ഗുരുവിൻ്റെ നേതൃത്വത്തിൽ മിശ്രഭോജനം നടക്കുന്ന വർഷം 1915. അപ്പം മിശ്രഭോജനം കൂടാതെ തന്നെ എന്തൊക്കെയുണ്ട്? പന്തി ഭോജനമുണ്ട്, സമപന്തി ഭോജനമുണ്ട്, പ്രീതി ഭോജനമുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് ഓർമ്മ വെക്കണം. അപ്പം ഗുരുവിൻ്റെ നേതൃത്വത്തിൽ മിശ്രഭോജനം നടന്ന വർഷം ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? 1915. അപ്പം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. മിശ്രഭോജനം ഇത് ഞാൻ വേറെ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഉണ്ട്, മിശ്രഭോജനം ഗുരു മാത്രമല്ല നടത്തിയിട്ടുള്ളത്, അതിനുശേഷം സഹോദരൻ അയ്യപ്പൻ നടത്തുന്നുണ്ട്. അപ്പം ഗുരു മിശ്രഭോജനം നടത്തുന്നത് ഊട്ടിയിൽ വെച്ചിട്ടാണ്. സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം നടത്തുന്ന വർഷം 1917 എവിടെ വെച്ചിട്ടാണ്? ചെറായിൽ വെച്ചിട്ടാണ് കേട്ടോ. ചെറായിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം നടത്തുന്നത്. അതുപോലെ തന്നെ വൈകുണ്ഠസ്വാമികളാണ് സമപന്തി ഭോജനം നടത്തുന്നത്. വൈകുണ്ഠസ്വാമികളാണ് സമപന്തി ഭോജനം നടത്തുന്നത്. അതുപോലെ തന്നെ പന്തി ഭോജനം നടത്തുന്നത് തൈക്കാട് അയ്യാണ്. അതുപോലെ വാഗ്ഭടാനന്ദനാണ് പ്രീതി ഭോജനം നടത്തുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു സ്ലൈഡായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ സ്ലൈഡ് കിട്ടും, എഴുതിയെടുക്കുകയൊന്നും വേണ്ട. അപ്പം ഗുരു ജാതിയില്ലാ വിളംബരം പുറപ്പെടുവിച്ചത് എന്നാന്ന് ചോദിച്ചാൽ എന്താണ്? 1916 അത് അദ്വൈതാശ്രമത്തിൽ വെച്ചിട്ടാണ്. ആലുവയിലെ അദ്വൈതാശ്രമത്തിൽ വെച്ചിട്ടാണ്. അദ്വൈതാശ്രമം സ്ഥാപിക്കുന്നത് 1913 അവിടെ വെച്ചിട്ട് ഗുരു ജാതിയില്ല വിളംബരം പുറപ്പെടുവിക്കുന്നത് 1916 കേട്ടോ. അപ്പോൾ ആ കാര്യവും നിങ്ങളൊന്ന് ഓർമ്മ വെക്കുക. ഇനി ഗുരുവിൻ്റെ നേതൃത്വത്തിൽ സമസ്ത കേരള സഹോദര സമ്മേളനം കൂടിയത് ഏത് വർഷം എന്ന് വെച്ചാൽ 1921 മെയ് 15. 1921 മെയ് 15 അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അതുപോലെ തന്നെ ഗുരു സർവ്വമത സമ്മേളനം വിളിച്ചത് എവിടെ വെച്ചിട്ടാണ് ചോദിച്ചാൽ എവിടെ വെച്ചിട്ടാണ്? ആലുവ വെച്ചിട്ടാണ് അല്ലേ. ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചു. ഏതാണ് വർഷം? 1913. ജാതിയില്ലാ വിളംബരം പുറപ്പെടുവിച്ചു. ഏതാണ് വർഷം? 1916. നമ്മളിപ്പോൾ പറഞ്ഞാണ്, മറന്നു പോകരുത്. 1916 ജാതിയില്ലാ വിളംബരം പുറപ്പെടുവിക്കുന്നത്. അതുപോലെ തന്നെ ഗുരു സർവ്വമത സമ്മേളനം വിളിച്ചു ചേർത്തത് എന്താണെന്ന് വെച്ചാൽ 1924 ഗുരു സർവ്വമത സമ്മേളനം വിളിച്ചു ചേർത്തത്. 1924 ആലുവയിൽ വെച്ചിട്ടാണെന്നൊരു കാര്യം കൂടെ ഓർക്കുക. ആലുവയിൽ അദ്വൈതാശ്രമമാണ്, ആലുവ വെച്ചിട്ടാണ് വിളിച്ചു ചേർത്തത്. അതുപോലെ തന്നെ ഇതിൻ്റെ അധ്യക്ഷനായിരുന്ന ആരാന്ന് ചോദിച്ചാലാണ്? ടി സദാശിവ അയ്യർ. അദ്ദേഹം ആരായിരുന്നു ആ സമയത്ത്? മദ്രാസ് ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന വ്യക്തിയാണ് ഈ പറയുന്ന ടി സദാശിവ അയ്യർ. അദ്ദേഹമാണ് ഇതിന് അധ്യക്ഷത വഹിച്ചത്. അതുപോലെ തന്നെ ആലുവ സർവ്വമത സമ്മേളനത്തിൻ്റെ ആപ്തവാക്യമായിട്ട് വരുന്നത് എന്താ? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് അല്ലെ. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നത് ഏതിനാണ്? ആലുവ സർവ്വമത സമ്മേളനത്തിൻ്റെ ആപ്തവാക്യമാണ് അല്ലേ. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ നേരത്തെ ഒരു കാര്യം പഠിച്ചിരുന്നു. എന്താണ്? അദ്വൈതാശ്രമം സ്ഥാപിച്ച കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ആ കൂടെ പറഞ്ഞൊരു കാര്യമാണ് അതിൻ്റെ ആപ്തവാക്യം. അതിൻ്റെ ആപ്തവാക്യം എന്താ? ഓം സാഹോദര്യം സർവ്വത എന്നതാണ് അദ്വൈതാശ്രമത്തിൻ്റെ ആപ്തവാക്യം. നമ്മൾ ഇതിലേക്ക് വരുമ്പം സർവ്വമത സമ്മേളനത്തിൻ്റെ ആപ്തവാക്യമാണ് എന്തെന്ന് പറഞ്ഞത്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നുള്ളത് കേട്ടോ. ഇനി നാരായണഗുരു ശിവഗിരിയിൽ ബ്രഹ്മവിദ്യാലയം സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ 1925. അതുപോലെ തന്നെ ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിച്ചത് 1928 ജനുവരി 9. ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിച്ചത് 1928 ജനുവരി 9. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞു വന്നൊരു കാര്യമാണ് ഗുരു ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിച്ചതെന്ന്. അത് 1928 ജനുവരി 9. വർഷം 1928 ശ്രീനാരായണ ഗുരു ധർമ്മസംഘം സ്ഥാപിച്ചത്. എന്നാൽ SNDP യോഗം ആരംഭിച്ചത് ഏത് വർഷം എന്ന് ചോദിച്ചാൽ ഏത് വർഷമാണ്? 1903 SNDP യോഗം സ്ഥാപിക്കുന്നത് കേട്ടോ. SNDP യോഗം സ്ഥാപിക്കുന്നത് 1903. അപ്പോൾ അതിനുശേഷം വരുന്നതാണ് ഈ പറയുന്ന ശ്രീനാരായണ ധർമ്മസംഘം. ഇത് സ്ഥാപിക്കുന്നതാണ് 1928 ജനുവരി 9 കേട്ടോ. 1928 ജനുവരി 9. അപ്പോൾ ആ രണ്ട് കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന കണ്ടുമുട്ടലുകൾ ഇപ്പം പലരുമായിട്ട് അദ്ദേഹം കണ്ടുമുട്ടുന്നുണ്ടല്ലേ. ഇപ്പം രമണ മഹർഷി, അദ്ദേഹത്തെ കണ്ടുമുട്ടലിൽ ഏറ്റവും ഒരു പ്രാധാന്യമുള്ളൊരു കാര്യമാണ് രമണ മഹർഷി. അദ്ദേഹം അങ്ങോട്ട് പോയി സന്ദർശിക്കുന്ന ഏക ഒരു സന്ദർശനം എന്നൊക്കെ പറയാവുന്നത് രമണ മഹർഷിയുടെ സന്ദർശനമാണ്. അപ്പോൾ അതുകൂടാതെ പല സന്ദർശനങ്ങളുണ്ട്, നമുക്ക് ഓരോന്നും നോക്കാം. അപ്പോൾ ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും ആദ്യമായി കണ്ടുമുട്ടിയത് അതെവിടെ വെച്ചിട്ടാണ്?
അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. വർഷം 1882 കേട്ടോ. അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് 1882. അപ്പോൾ ഈ ചട്ടമ്പി സ്വാമികളാണ് ശ്രീനാരായണ ഗുരുവിനെ തൈക്കാട് അയ്യായിട്ട് പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും ചേർന്ന് നടത്തിയ പ്രതിഷ്ഠ ഇത് ഏതാണ് ചേർന്നത്? പൂത്തോട്ട ശ്രീ വല്ലഭേശ്വര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയാണ് ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും ചേർന്ന് നടത്തുന്നത്. പൂത്തോട്ട ശ്രീ വല്ലഭേശ്വര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഏതാണ്ട് എറണാകുളം കോട്ടയം ജില്ലയുടെ ഒരു ബോർഡർ പോലെ വരുന്ന സ്ഥലം, അവിടെയാണ് പൂത്തോട്ട. ഓക്കെ, അതുപോലെ തന്നെ ഗുരു കുമാരനാശനെ ആദ്യമായി കണ്ടുമുട്ടിയത് എന്താണെന്ന് വെച്ചാൽ എന്താണ്? 1891 വെച്ചിട്ടാണ്, കായിക്കര വെച്ചിട്ടാണ് കേട്ടോ. കായിക്കര വെച്ചിട്ടാണ് ഗുരു കുമാരനാശാനെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. അതുപോലെ തന്നെ ഗുരുവിനെ പൽപ്പു ആദ്യമായി സന്ദർശിച്ചത് എന്താണെന്ന് വെച്ചാൽ 1895. ഗുരുവിനെ പൽപ്പു ആദ്യമായിട്ട് സന്ദർശിക്കുന്നത് 1895. ബാംഗ്ലൂർ വെച്ചിട്ടാണ്. ബാംഗ്ലൂർ പര്യടനത്തിനിടെയാണ് ഈ ഒരു കണ്ടുമുട്ടൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം നാരായണ ഗുരു ഒരു വ്യക്തിയെ അങ്ങോട്ട് പോയി സന്ദർശിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, നാരായണ ഗുരു ഒരു വ്യക്തിയെ അങ്ങോട്ട് പോയി സന്ദർശിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ ആരെയാണ്? രമണ മഹർഷിയാണ്. അത് വർഷം 1916 തിരുവണ്ണാമലയിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് ഓർമ്മയിൽ ഇരുന്നോളൂ. മറന്നു പോകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങളത് ക്ലാസ് ഒന്ന് കാണുക, അതിനുശേഷം നിങ്ങൾ PDF ഒക്കെ ഒന്ന് രണ്ട് തവണ ആവർത്തി റിവിഷൻ ചെയ്താൽ മതിയോ. പിന്നെ രവീന്ദ്രനാഥ് ടാഗോറിനെ കണ്ടുമുട്ടുന്ന ഒരു സന്ദർഭം ഇത് ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? ശിവഗിരിയിലെ ആശ്രമത്തിൽ വരുന്ന സമയത്താണ്. രവീന്ദ്രനാഥ് ടാഗോർ ശിവഗിരിയിലെ ആശ്രമത്തിൽ വരുമ്പോഴാണ് ഇവർ കണ്ടുമുട്ടുന്നത്. അതുപോലെ തന്നെ ഗാന്ധിജിയും കണ്ടുമുട്ടുന്നത് എവിടെ വെച്ചിട്ടാണ്? ഇതേ ശിവഗിരി ആശ്രമത്തിൽ തന്നെയാണ്. രവീന്ദ്രനാഥ് ടാഗോറിനെയും അതുപോലെ തന്നെ ഗാന്ധിജിയും കണ്ടുമുട്ടുന്നത് ഇതേ ശിവഗിരി ആശ്രമത്തിൽ തന്നെയാണ്. രവീന്ദ്രനാഥ് ടാഗോറാണ് ആദ്യം വരുന്നത്. 1922 രവീന്ദ്രനാഥ് ടാഗോർ വരുന്നത്. ശ്രീനാരായണ ഗുരു വരുന്നത് വർഷം 1925. ഡേറ്റ് ഒന്നും ഓർമ്മയിൽ വേണ്ട, നിങ്ങൾ വർഷം ഓർമ്മയിൽ വെച്ചാൽ മതി. അതുപോലെ തന്നെ ഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ കണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ അതെവിടെയാണ്? ശിവഗിരി മഠത്തിൽ തന്നെയാണ്. അപ്പോൾ ടാഗോറും ശിവഗിരി മഠത്തിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഗാന്ധിയും കണ്ടുമുട്ടുന്നത് എവിടെ വെച്ചിട്ടാണ്? ശിവഗിരി മഠത്തിൽ വെച്ചിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു കണ്ടുമുട്ടൽ നടക്കുന്നത് വൈക്കം സത്യാഗ്രഹത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേട്ടോ. അപ്പം ഈ കൂടെ തന്നെ ഗാന്ധിജി വരുമ്പം ഗാന്ധിജിയുടെ മാനസപുത്രനായിട്ടുള്ള ആരാണ് കൂടെ ഉണ്ടായിരുന്നത്? അല്ലെ, രാജഗോപാലാചാരി ഉണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ ആരാണുള്ളത്? പെരിയോറും ഉണ്ടായിരുന്നു. പെരിയോറിന്റെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എന്താ? വൈക്കം ഹീറോ എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് ഈ പറയുന്ന പെരിയോർ. വൈക്കം വീര്യർ, വൈക്കം ഹീറോ എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് ഈ പറയുന്ന പെരിയോർ. അപ്പോൾ പെരിയോറും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ സമയത്തിൽ പങ്കെടുത്ത ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ് എന്ത്? നാഗമ്മ കേട്ടോ. നാഗമ്മയാണ് ആ ഒരു വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത സ്ത്രീകളിൽ വളരെയധികം പ്രമുഖമായിട്ടുള്ളത്. പിന്നെ കൂടെ കണ്ണമ്മ എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പം ഈ രണ്ട് പേര് നിങ്ങളൊന്ന് ഓർമ്മയിൽ വെക്കുകയും വേണം. കഴിഞ്ഞ രണ്ടാമത്തെ ക്ലാസ്സിലെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ രാജഗോപാലാചാര്യയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ മാനസപുത്രൻ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിലും ഏറ്റവും നല്ലൊരു വേർഡ് മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നൊക്കെ പറയുന്നതായിരിക്കും. ഇത് സി രാജഗോപാലാചാര്യാണ് കേട്ടോ. സി രാജഗോപാലാചാര്യാണ്. പി രാജഗോപാലാചാരി ഉണ്ട്. പുള്ളിയായിട്ട് തമ്മിൽ നിങ്ങൾ മാറിപ്പോകരുത് കേട്ടോ. സി രാജഗോപാലാചാരിയാണ് ഈ പറഞ്ഞ ഗാന്ധിജിയുടെ കൂടെയുള്ള സന്തത സഹചാരി അല്ലെങ്കിൽ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആൾ. ഓക്കെ, അപ്പോൾ ആ ഒരു പേര് നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ. പിന്നെ നമുക്ക് അടുത്ത ഒരു ഭാഗം പോകാം. ഗുരുവിൻ്റെ പ്രധാന രചനകൾ. ഗുരുവിൻ്റെ പ്രഥമ രചനയായിട്ട് നമുക്ക് കണക്കാക്കാവുന്നത് ഗജേന്ദ്രമോക്ഷമാണ് കേട്ടോ. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് എന്നാണ് അതിന് പറഞ്ഞത്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ്. ഇത് അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഗുരുവിന് തന്നെയാണ് അല്ലേ, ചട്ടമ്പി സ്വാമികൾക്കാണ് ഇദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഗുരുവിൻ്റെ പ്രഥമ രചന എന്നൊക്കെ പറയുന്നത് എന്താണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് ഗുരുവിൻ്റെ പ്രഥമ രചനയായിട്ട് പറയാവുന്നത്. അപ്പോൾ ഇതിനകത്ത് ചട്ടമ്പി സ്വാമികൾക്കാണ് ഇദ്ദേഹം ഈ ഒരു രചന സമർപ്പിച്ചിരിക്കുന്നത്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്ന ആർക്കാണെന്ന് ചോദിച്ചാൽ ആർക്കാണ്? ചട്ടമ്പി സ്വാമികൾക്കാണ്. അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിലാണെന്ന് ചോദിച്ച് അദ്ദേഹം മറ്റൊരു കൃതിയും രചിച്ചിട്ടുണ്ട്. അത് എന്താണ്? സമാധി ശ്ലോകങ്ങൾ എന്നാണ് അതിൻ്റെ പേര് വരുന്നത് കേട്ടോ. സമാധി ശ്ലോകങ്ങൾ എന്നാണ് അതിൻ്റെ പേര് വരുന്നത്. അതുപോലെ തന്നെ രമണ മഹർഷിയെ സന്ദർശിച്ച ശേഷവും ഗുരു എന്ത് ചെയ്തു? ഒരു കൃതി രചിച്ചു. അതിൻ്റെ പേരാണ് നിർവൃതി പഞ്ചകം. അദ്ദേഹത്തിന് വളരെ നിർവൃതി ലഭിച്ചതാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും രമണ മഹർഷിയെ സന്ദർശിച്ചതിന് ശേഷം ശ്രീനാരായണ ഗുരു നിർവൃതി പഞ്ചകം എന്നൊരു കൃതി രചിക്കുന്നതും. ഇനി നമുക്ക് വളരെ പ്രശസ്തമായൊരു വരി നോക്കാം. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന്റെ സുഖത്തിനായി വരയണം എന്ന് പറയുന്നത് ഏതിലെ വരിയാന്ന് ചോദിച്ചാൽ ഏതിലാണ്? ആത്മോപദേശ ശതകത്തിലെ വരിയാണ് കേട്ടോ. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം അല്ലേ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്കും ഗുണം കിട്ടണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഇത് ആത്മോപദേശ ശതകത്തിലെ വരികളാണ്. ഇത് രചിച്ചത് എന്നാണ് ചോദിച്ചത്. എന്താണ്? 1897 എന്നാൽ രചിച്ചതെന്ന് ആരും ചോദിക്കാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ആത്മോപദേശ ശതകം ഇംഗ്ലീഷിലേക്ക് പരിഭാഷ നടത്തുന്നുണ്ട്. അത് ആരാണ്? പൽപ്പുവിൻ്റെ മകനായ നടരാജഗുരുവാണ് ഇത് ഇംഗ്ലീഷിലോട്ട് തർജ്ജമ ചെയ്യുന്നത്. പൽപ്പുവിൻ്റെ മകനാണ്, പേര് നടരാജഗുരുവാണ്. അദ്ദേഹമാണ് ഈ ആത്മോപദേശ ശതകം ഇംഗ്ലീഷിലേക്ക്
പരിഭാഷ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗുഹനെ പ്രകീർത്തിച്ചുകൊണ്ട് ഗുരു രചിച്ച സ്തോത്രമാണ് ഗുഹാഷ്ടകം കേട്ടോ. ഗുഹാഷ്ടകം അത് 1880 വർഷം പഠിക്കേണ്ട ആവശ്യമില്ല. ഗുഹനെ പ്രകീർത്തിച്ചുകൊണ്ട് ഗുരു രചിച്ച ആ ഒരു സ്തോത്രം ഏതാണ് എന്നൊക്കെ ചോദിക്കുള്ളൂ. അത് അങ്ങനെ ചോദിച്ചാൽ തന്നെ ഗുഹാഷ്ടകമാണ്. കാരണം ഇത്രയും കിടക്കുമ്പം ഈ ഒരു ചോദ്യം വരാനും ഉള്ള സാധ്യത കുറവാണ്. പക്ഷെ നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്തതാണ്. പിന്നെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന വചനമുള്ള ഗുരുവിൻ്റെ കൃതി ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? ജാതി മീമാംസയാണ് കേട്ടോ. ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന അദ്ദേഹത്തിൻ്റെ കൃതി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വചനം ഏതിൽ വരുന്നതെന്ന് വെച്ചാൽ അത് ജാതി മീമാംസ, അദ്ദേഹത്തിൻ്റെ ജാതി മീമാംസ എന്ന കൃതിയിൽ വരുന്ന കാര്യമാണ്. ഇനി ഗുരുവിൻ്റെ ചില സന്ദർശനങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതായത് ഗുരു ശ്രീലങ്ക വിദേശ രാജ്യം സന്ദർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചില സ്റ്റാമ്പുകളിലൊക്കെ അദ്ദേഹം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഗുരു ആദ്യമായിട്ട് ശ്രീലങ്ക സന്ദർശിക്കുന്ന വർഷം എന്ന് ചോദിച്ചാൽ 1918 ഗുരുവിൻ്റെ രണ്ടാമത്തെ ശ്രീലങ്ക സന്ദർശനം നടക്കുന്നത് 1926 അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാമ്പിൽ, ഇന്ത്യയുടെ സ്റ്റാമ്പിൽ അദ്ദേഹം വന്നിട്ടുണ്ട്, ശ്രീലങ്കയുടെ സ്റ്റാമ്പിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. അപ്പം ഇന്ത്യൻ തപാൽ വകുപ്പ് ഒരു കോമമറേറ്റീവ് ആയിട്ടുള്ള അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റാമ്പ് പുറത്തിറക്കുന്ന വർഷം എന്ന് വെച്ചാൽ 1967 ഓഗസ്റ്റ് 21 അപ്പോൾ ഓഗസ്റ്റ് 20 അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. ഓഗസ്റ്റ് 21 ആണ് സ്റ്റാമ്പ് ഇറക്കുന്നത്. വർഷം എന്ന് വെച്ചാൽ എന്താണ്? 1967 കേട്ടോ. 1967 ആ ഒരു സ്റ്റാമ്പ് പുറത്തിറങ്ങുന്നത്. അതുപോലെ തന്നെ ശ്രീലങ്ക പോസ്റ്റ് ഇങ്ങനെ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കുന്നത് 2009 കേട്ടോ. 2009 ശ്രീലങ്ക അങ്ങനെ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കുന്നത്. അപ്പോൾ ഈ വർഷങ്ങൾ നിങ്ങൾ ഓർമ്മയിൽ വെച്ചാൽ മതി. പിന്നെ ഇപ്പം ഇന്ത്യൻ തപാൽ വകുപ്പിൻ്റെ ഡേറ്റ് ഓർക്കാൻ തന്നെ എളുപ്പമാണ് അല്ലേ? ഓഗസ്റ്റ് 21 അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ്. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഓർത്താൽ മതി. വർഷം 1967 അതുപോലെ ശ്രീലങ്കൻ സ്റ്റാമ്പ് അല്ലെങ്കിൽ ശ്രീലങ്കൻ തപാൽ വകുപ്പ് ശ്രീനാരായണ ഗുരുവിൻ്റെ ഫോട്ടോ ഉള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റാമ്പ് പുറത്തിറക്കുന്നത് 2009 അപ്പോൾ ആ ഒരു കാര്യം ഓർമ്മയിൽ വെക്കുക. ഇനി അദ്ദേഹത്തിൻ്റെ ചില കൃതികൾ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികളിലോട്ട് നമ്മൾ വരുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ തമിഴിലുള്ള ഒരു പ്രധാന കൃതിയാണ് തേവാരപ്പതി കങ്കൾ എന്നത്. അപ്പോൾ അത് തമിഴിലുള്ള കൃതിയായതുകൊണ്ട് അതൊന്നും നിങ്ങൾ ഓർമ്മ വെക്കണം. അതുപോലെ തന്നെ ജാതി ലക്ഷണം, ജാതി നിർണയം, അതുപോലെ ജാതി മീമാംസ, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് ജാതി മീമാംസ. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതി തന്നെയാണ്. അതുപോലെ തന്നെ ദൈവദശകം, ജീവകാരുണ്യ പഞ്ചകം, നിർവൃതി പഞ്ചകം നമ്മൾ കണ്ടു അല്ലേ? എപ്പോഴാണ്? രമണ മഹർഷിയെ സന്ദർശിച്ചതിന് ശേഷം എഴുതാണ് നിർവൃതി പഞ്ചകം. അപ്പോൾ അതുപോലെ തന്നെ ജീവകാരുണ്യ പഞ്ചകവും ഇദ്ദേഹത്തിൻ്റെ കൃതി തന്നെയാണ്. അതുപോലെ ദൈവദശകം ഇദ്ദേഹത്തിൻ്റെ കൃതി തന്നെയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹം തർജ്ജിമ ചെയ്തിട്ടുള്ള അതായത് ചില തമിഴിലുള്ള പുസ്തകങ്ങൾക്ക് അദ്ദേഹം തർജ്ജിമ ചെയ്തിട്ടുണ്ട്. അതിലെ വളരെ പ്രധാനപ്പെട്ടതാണ് തിരുക്കുറൽ മലയാളത്തിലോട്ട് തർജ്ജിമ ചെയ്ത നവോത്ഥാന നായകനാണ് ഈ പറയുന്ന ശ്രീനാരായണ ഗുരു. ആ കാര്യം അപ്പോൾ ഓർമ്മ വെക്കുക. അപ്പം ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നവോത്ഥാന നായകനാണ്. ഇപ്പം നിങ്ങൾക്കറിയാവുന്ന ഒരു ഗാനമായിരിക്കും അല്ലേ? ഒരു കേരളത്തിൻ്റെ ഒരു ഗാനം എന്നൊക്കെ പറയാവുന്ന കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനമായിട്ട് 2014 അംഗീകരിക്കപ്പെട്ടൊരു ഗാനമുണ്ട്. അതാ നിങ്ങൾക്കറിയാവോ? ജയ ജയ കോമള കേരളധരണി. അപ്പോൾ ഈ ഒരു പാട്ട് ഈ ഒരു ഗാനം രചിച്ചത് ഈ പറയുന്ന ചട്ടമ്പി സ്വാമികളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗാനം രചിക്കുന്നത് ഈ പറഞ്ഞ ചട്ടമ്പി സ്വാമികളാണ്. ഇത് 2014 കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക ഗാനമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അതുപോലെ തന്നെ സ്ത്രീകൾക്കും ദളിതർക്കും വിദ്യാഭ്യാസം കിട്ടിയെങ്കിൽ യഥാർത്ഥ അടിമത്വം അവസാനിക്കൂ എന്നൊക്കെ അഭിപ്രായപ്പെട്ടതും ഇത് ചട്ടമ്പി സ്വാമികൾ തന്നെയാണ്. അതുപോലെ തന്നെ എന്താ അയിത്തം അറബിക്കടലിൽ തള്ളണം എന്നും ഒക്കെ അവകാശപ്പെട്ട ഒരു നവോത്ഥാന നായകനാണ് നമ്മൾ ഈ പറയുന്ന ചട്ടമ്പി സ്വാമികൾ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം എന്താണെന്ന് വെച്ചാൽ 1853 ഓഗസ്റ്റ് 25 ഈ ഓഗസ്റ്റ് 25 ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഈ പറയുന്ന ഓഗസ്റ്റ് 25 അദ്ദേഹത്തിൻ്റെ ഇടപെടലും പ്രവർത്തനവും ഒക്കെ തന്നെയാണ് ഇതിന് കാരണവും. അതായത് അന്നത്തെ സമയത്ത് തിരുവിതാംകൂറിലെ മൃഗബലി കാര്യങ്ങളെല്ലാം ക്ഷേത്രങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള മൃഗബലി കാര്യങ്ങളെല്ലാം നിരോധിക്കണം എന്ന് രാജവംശത്തോട് അറിയിച്ചത് അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്തതൊക്കെ ഈ പറയുന്ന ചട്ടമ്പി സ്വാമികളാണ്. അപ്പം അങ്ങനെ ഉള്ള പ്രത്യേകതയൊക്കെ അദ്ദേഹത്തിനുണ്ട്. അതെല്ലാം നമ്മൾ നോക്കും. പിന്നെ എന്താ ജ്ഞാനോദയം അദ്ദേഹത്തിന് ലഭിച്ചത് എവിടെ വെച്ചിട്ടാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? വടിവീശ്വരത്ത് വെച്ചിട്ടാണ് ജ്ഞാനോദയം ലഭിച്ചത് കേട്ടോ. അതുപോലെ അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമമാണ് കുഞ്ഞൻ പിള്ള എന്നതാണ് അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം. അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമ നാമമായിട്ട് അറിയപ്പെടുന്നതാണ് അയ്യപ്പൻ എന്ന പേരാണ്. പിന്നെ അത് അറിയപ്പെടുന്ന വേറെ പേരാണ് ശ്രീ ബാലഭട്ടാരകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ പറയുന്ന ചട്ടമ്പി സ്വാമികളാണ് കേട്ടോ. ചട്ടമ്പി സ്വാമികളുടെ സമാധിയിൽ അല്ലെങ്കിൽ സമാധി സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൻ്റെ പേരാണെന്ത്? പന്മന ബാലഭട്ടാരക ക്ഷേത്രം. അതായത് സമാധി പന്മനയിലാണ്, കൊല്ലം ജില്ലയിലെ പന്മനയിലാണ്. പന്മന ബാലഭട്ടാരക ക്ഷേത്രമാണ് ചട്ടമ്പി സ്വാമികളുടെ സമാധിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം. അപ്പോൾ ഇതെല്ലാം നമുക്ക് എടുത്തെടുത്ത് പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, പെറുക്കി പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഇതെല്ലാം പറഞ്ഞു പോകുന്നത്.
ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഗുരുവും അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ്റെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതിൻ്റെ ആദ്യകാല ഗുരുവായിട്ട് അറിയപ്പെടുന്ന ആരാന്ന് വെച്ചാൽ പേട്ടയിൽ രാമൻ പിള്ള ആശാൻ. പേട്ടയിൽ രാമൻ പിള്ള ആശാനാണ് ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാല ഗുരു. അതിൻ്റെ ആത്മീയ ആചാര്യൻ എന്നൊക്കെ പറയുന്ന ആരാണ്? തൈക്കാട് അയ്യാണ്. അദ്ദേഹത്തിൻ്റെ ആത്മീയ ആചാര്യൻ തൈക്കാട് അയ്യാണ്. അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികൾക്ക് യോഗവിദ്യയും അതുപോലെ വേദോപനിഷത്തും വ്യാഖ്യാനം പകർന്നു നൽകിയത് ആരെന്ന് വെച്ചാലാണ്? സുബ്ബജടാപാടികളാണ് കേട്ടോ. സുബ്ബജടാപാടികളാണ്. അത് അങ്ങനെ ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പം ആത്മീയാചാര്യൻ ആദ്യകാല ഗുരുവൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. അതുപോലെ സ്വാമികളുടെ പ്രധാന ശിഷ്യൻ ആരാണെന്ന് വെച്ചാൽ ബോധേശ്വരനാണ്. സ്വാമികളുടെ പ്രധാന ശിഷ്യൻ ബോധേശ്വരനാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലേ, ജയ ജയ കോമള കേരളധരണി, അത് രചിച്ചത് ആരാണെന്ന് നമ്മൾ പറഞ്ഞു. ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. 2014 അത് കേരളത്തിൻ്റെ ഒരു സംസ്ഥാന ഗാനം, സാംസ്കാരിക ഗാനമായിട്ടൊക്കെ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇനി അദ്ദേഹത്തിന് പ്രധാന വാചകങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, സ്ത്രീകൾക്കും ദളിതർക്കും അറിവ് കിട്ടാതെ അടിമത്തം അവസാനിക്കുകയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ പ്രധാന വാചകമാണ്. അതുപോലെ തന്നെ അയിത്തം അറബിക്കടലിൽ തള്ളണം എന്നും അഭിപ്രായപ്പെട്ടത് ആരാണ്? ഈ പറയുന്ന ചട്ടമ്പി സ്വാമികൾ തന്നെയാണ്. ഇതോടൊപ്പം തന്നെ വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യന് പുരോഗതി ഉണ്ടാവുകയുള്ളൂ. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യന് പുരോഗതി സാധ്യമാകൂ എന്നൊക്കെ അഭിപ്രായപ്പെട്ടതും ഈ പറയുന്ന ചട്ടമ്പി സ്വാമികൾ തന്നെയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ തൈക്കാടയ്യ വിശേഷിപ്പിച്ചാണ് എന്ത്? ഷൺമുഖദാസൻ. ഷൺമുഖദാസൻ എന്ന അദ്ദേഹത്തെ തൈക്കാടയ്യാണ് വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ സർവജ്ഞനായ ഋഷി, സദ്ഗുരു, പരിപൂർണ കലാനിധി എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചത് നാരായണ ഗുരു, ശ്രീനാരായണ ഗുരുവാണ് അദ്ദേഹത്തെ അങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ 8 യോഗം നൽകിയ ബഹുമതി, അതായത് തിരുവനന്തപുരം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ആ ഒരു അന്നത്തെ ടെമ്പിൾ ഗവേണിംഗ് അതോറിറ്റി ഉണ്ട്, അവർ നൽകിയൊരു ബഹുമതിയാണ് എന്താ? സർവവിദ്യാധിരാജ കേട്ടോ. സർവവിദ്യാധിരാജ എന്നത് 8 യോഗം നൽകിയ ബഹുമതിയാണ്. അതുപോലെ കാഷായം ധരിക്കാത്ത സന്യാസി, കാഷായം ധരിക്കാത്ത സന്യാസി, കാവ്യം കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നിങ്ങനെയൊക്കെ അദ്ദേഹത്തിന് വിശേഷണങ്ങളുണ്ട്. കാഷായം ധരിക്കാത്ത സന്യാസി, കാവ്യം കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, അത് ഇങ്ങനെയൊക്കെ ആരാണെന്നുള്ളത് പൊതുവെ വരുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ 1892 വിവേകാനന്ദൻ കേരളം ഏറ്റവും ആദ്യമായിട്ട് സന്ദർശിക്കുന്ന അവസരത്തിൽ അദ്ദേഹം ചട്ടമ്പി സ്വാമികളെ പറ്റി അഭിപ്രായപ്പെട്ടതാണ് എന്ത്? മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്നത് സ്വാമി വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടതാണ്. അദ്ദേഹം 1892 കേരളം സന്ദർശിക്കുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് ഓർമ്മ വെച്ചോണം. കാരണം ഇത് പല പരീക്ഷകളിലും നമുക്ക് ടൈം ലൈൻ അറിയാമെങ്കിൽ പല ആൻസർ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഈ വരുന്ന LD-യിലൊന്നും അത്രയും വലിയ പ്രശ്നം വരുന്നില്ലെങ്കിലും നിങ്ങൾ ഡിഗ്രി ലെവലൊക്കെ എഴുതുന്നതാണെങ്കിൽ ഇതുപോലുള്ള ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് എലിമിനേഷനൊക്കെ സാധ്യമാകും. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെക്കുക. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതി ഏതൊക്കെ നോക്കിയതാണ്? ഒന്ന് പ്രാചീന കേരളം, അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണ്. ഇതെന്താ? പരശുരാമൻ്റെ കേരള സൃഷ്ടിവാദത്തെ ഖണ്ഡിക്കുന്ന, അതായത് അതിനെ എതിർക്കുന്ന കൃതിയാണ് ഈ പറയുന്ന പ്രാചീന കേരളം എന്ന കൃതി. അതായത് പരശുരാമനാലല്ല കേരളം സൃഷ്ടിക്കപ്പെട്ടത് എന്നൊക്കെയാണ് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അതുപോലെ തന്നെ ജാതീയപരവും സാമൂഹികപരമായ കേരള ചരിത്രത്തെയൊക്കെ ഇദ്ദേഹം ഇതിലൂടെ വിശദമായിട്ട് തന്നെ വിവരിക്കുന്നു, വിമർശിക്കുന്നു ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം പ്രാചീന കേരളം എന്നത് ആരുടെ കൃതിയാണെന്ന് നിങ്ങൾ മനസ്സിലായല്ലോ? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ഈ പറയുന്ന പ്രാചീന കേരളം എന്ന കൃതി. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ആദിഭാഷ. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ആദിഭാഷ. അതായത് മനുഷ്യ സമൂഹത്തിൻ്റെ പ്രാരംഭ ഭാഷ തമിഴാണ്, തമിഴിൽ നിന്നാണ് മലയാളം ഉത്ഭവിച്ചത് എന്നൊക്കെ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ് എന്ത്? ആദിഭാഷ എന്ന കൃതി കേട്ടോ. മനുഷ്യ സമൂഹത്തിലെ പ്രാരംഭ ഭാഷ തമിഴാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു, അല്ലെങ്കിൽ അദ്ദേഹം വാദം ഉന്നയിച്ച അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഈ പറയുന്ന ആദിഭാഷ എന്ന കൃതി. അതുപോലെ തന്നെ ഇദ്ദേഹം തമിഴിലൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം എഴുതിയപ്പം അദ്ദേഹത്തിൻ്റെ തൂലികാനാമം, അദ്ദേഹം ചട്ടമ്പി സ്വാമികൾ എന്നോ അല്ലെങ്കിൽ ഷൺമുഖദാസൻ എന്നോ അല്ലെങ്കിൽ അയ്യപ്പൻ എന്നോ അങ്ങനെയുള്ള പേരൊന്നും അല്ല അദ്ദേഹം ഉപയോഗിച്ചത്. അവിടെ അദ്ദേഹം ഉപയോഗിച്ച പേരാണ് അഗസ്ത്യാർ. അഗസ്ത്യാർ എന്ന തൂലികാനാമത്തിൽ സ്വാമികൾ രചിച്ച കൃതിയാണ് ഏത്? തമിഴകം കേട്ടോ. അഗസ്ത്യാർ എന്ന തൂലികാനാമത്തിൽ സ്വാമികൾ രചിച്ച കൃതിയാണ് തമിഴകം എന്ന കൃതി. അപ്പം നമുക്ക് അടുത്ത അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതി നോക്കാം. ഏതാ? വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണം. പണ്ടൊക്കെ വേദങ്ങൾ പഠിക്കുക ആർക്കാണ്? അല്ലെ, സവർണർക്ക് അല്ലെങ്കിൽ ബ്രാഹ്മണർ പോലെയുള്ള ജാതിയിൽപ്പെട്ടവർക്കാണ് പറ്റുക. പക്ഷെ അതങ്ങനെയല്ല, ഇത് എല്ലാവർക്കും പഠിക്കാം, എല്ലാ ജാതിയിലും ഉള്ളവർക്ക് ഇത് പഠിക്കാം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ട കൃതിയാണ് ഈ പറയുന്ന വേദാധികാര നിരൂപണം. വേദപഠനത്തിന് അധസ്ഥിതർക്കും അവകാശമുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ട കൃതിയാണ് വേദാധികാര നിരൂപണം. അതുപോലെ തന്നെ മോക്ഷപ്രദീപ ഖണ്ഡനം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ
ഒരു പുസ്തകമാണ് മോക്ഷപ്രദീപം. അപ്പോൾ ഈ പുസ്തകത്തിനെതിരെ അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഈ പറയുന്ന മോക്ഷപ്രദീപ ഖണ്ഡനം. അതുപോലെ ക്രിസ്തുമത നിരൂപണം. അന്നത്തെ കാലത്ത് കൺവേർഷൻസ് ധാരാളം നടക്കുന്നുണ്ടായിരുന്നു. ഹൈന്ദവ മതത്തിൽ നിന്നൊക്കെ ക്രിസ്ത്യാനിറ്റിയിലോട്ട് ഒരുപാട് പേരെ കൺവേർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിനെതിരെയുള്ള ഒരു പ്രചരണം അല്ലെങ്കിൽ അതിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിരൂപണം ഒക്കെയാണ് ഈ പറയുന്ന ക്രിസ്തുമത നിരൂപണം എന്ന് പറയുന്നത്. ക്രൈസ്തവ സഭകളുടെ സഹായത്തോടെയുള്ള മതം മാറ്റത്തിനെതിരെ അദ്ദേഹം രചിച്ച കൃതിയാണ് ഈ പറയുന്ന ക്രിസ്തുമത നിരൂപണം. ഇനി അടുത്ത കൃതിയാണ് സമാധി സപ്താഹം. ഇത് ചട്ടമ്പി സ്വാമികൾ രചിക്കുന്നതല്ല, പിന്നെ മറിച്ച് ആരാണ്, പണ്ഡിറ്റ് കറുപ്പൻ രചിക്കുന്ന കൃതിയാണ് കേട്ടോ. പണ്ഡിറ്റ് KP കറുപ്പൻ രചിച്ച കൃതിയാണ് ഈ പറയുന്ന സമാധി സപ്താഹം. അത് ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തെ അനുശോചിച്ച് എഴുതിയ കൃതിയാണ്. ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിന് അനുശോചിച്ച് പണ്ഡിറ്റ് KP കറുപ്പൻ എഴുതിയ കൃതിയാണ് സമാധി സപ്താഹം കേട്ടോ. അത് എഴുതിയതെന്ന് 1924 മെയ് 5. 1924 അദ്ദേഹം സമാധിയാകുന്നത്. ആ ഡേറ്റ് ഓർമ്മ വെക്കേണ്ട ആവശ്യമില്ല. ഇനി അദ്ദേഹത്തിന് പറയാവുന്ന ഒരു കാര്യമാണ് പട്ടിസദ്യ കേട്ടോ. അദ്ദേഹം തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് നടത്തിയ ഒരു സദ്യയാണ് ഈ പറയുന്ന പട്ടിസദ്യ. അതായത് സാമൂഹിക ദ്രോഹികളും അഴിമതിക്കാരുമായ ഉദ്യോഗസ്ഥർക്ക് ഭക്ഷണം കൊടുക്കുന്നതിലും അല്ലെങ്കിൽ അവരെ സേവിക്കുന്നതിലും ഏറ്റവും നല്ലതാണ് ഈ പറയുന്ന മൃഗങ്ങൾക്ക് അല്ലെങ്കിൽ പട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നത് എന്ന് കാണിച്ചുകൊണ്ട് അദ്ദേഹം പട്ടിക്ക് ഭക്ഷണം നൽകിയ ആ ഒരു സംഭവമാണ് ഈ പട്ടിസദ്യ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നടത്തുകയെന്ന് വെച്ചാൽ ചട്ടമ്പി സ്വാമികളാണ് നടത്തുന്നത്. തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് അദ്ദേഹം നടത്തുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മൃഗബലിയുടെ കാര്യം അല്ലേ, അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ജീവകാരുണ്യ ദിനം എന്ന് പറഞ്ഞു, ഓഗസ്റ്റ് 25. അപ്പം ആ ഒരു ദിനത്തിൻ്റെ ജീവകാരുണ്യ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ക്ഷേത്രങ്ങളിൽ മൃഗബലി അവസാനിപ്പിക്കാൻ റാണി സേതുലക്ഷ്മി ബായിയോട് ആവശ്യപ്പെട്ടതെന്ന് വെച്ചാൽ ആരാണ്, ചട്ടമ്പി സ്വാമികളാണ് കേട്ടോ. റാണി സേതുലക്ഷ്മി ബായിയോടാണ് ചട്ടമ്പി സ്വാമികൾ ആവശ്യപ്പെട്ടത്. എന്താണ്, തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളിൽ മൃഗബലി അവസാനിപ്പിക്കാൻ ചട്ടമ്പി സ്വാമികൾ റാണി സേതുലക്ഷ്മി ബായിയോട് അവകാശപ്പെടുകയാണ് അല്ലെങ്കിൽ ആവശ്യപ്പെടുകയാണ്. ഇനി അദ്ദേഹം നടത്തിയ മറ്റൊരു വലിയ ജീവകാരുണ്യ പ്രവർത്തനം അല്ലെങ്കിൽ ജീവകാരുണ്യമായിട്ടൊരു കാര്യം തന്നെയാണ് എന്താ, മൃഗബലി അവസാനിപ്പിക്കുക എന്നുള്ള ഒരു കാര്യം. ഇത് അദ്ദേഹം ആവശ്യപ്പെടുന്ന ആരോടാണ്, തിരുവിതാംകൂർ രാജ്യത്തെ അല്ലെങ്കിൽ തിരുവിതാംകൂർ കൊട്ടാരത്തിലെ റാണി സേതുലക്ഷ്മി ബായിയോടാണ് ഇദ്ദേഹം ഇത് ആവശ്യപ്പെടുന്നത്. അപ്പം തിരുവിതാംകൂർ ദേവസ്വം ക്ഷേത്രങ്ങളിൽ മൃഗബലി അവസാനിപ്പിക്കാൻ ചട്ടമ്പി സ്വാമികൾ ആണ് ആവശ്യപ്പെട്ടത്. ആരോടാണ് ആവശ്യപ്പെട്ടതെന്ന് ചോദിച്ചാൽ ആരോടാണ്, റാണി സേതുലക്ഷ്മി ബായിയോടാണ് ആവശ്യപ്പെട്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. ചട്ടമ്പി സ്വാമികളാണ് തിരുവിതാംകൂർ ക്ഷേത്രങ്ങളിൽ മൃഗബലി അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടത്. റാണി സേതുലക്ഷ്മി ബായിയോടാണ് ഇത് ആവശ്യപ്പെട്ടതെന്നൊരു കാര്യം നിങ്ങളൊന്ന് ഓർമ്മ വെക്കണം. അപ്പോൾ നമുക്ക് അടുത്ത നവോത്ഥാന നായകനിലേക്ക് പോകാം, വൈകുണ്ഠ സ്വാമികൾ. അപ്പോൾ വൈകുണ്ഠ സ്വാമികളെ പറ്റി പറയുമ്പം എന്താ, സ്വന്തം അച്ഛനും അമ്മയിട്ടൊരു പേര് അത് തന്നെ കൊണ്ടു നടക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ലായിരുന്നു അല്ലേ. അങ്ങനത്തെ ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഈ ജാതിയുടെ വ്യവസ്ഥ കൊണ്ട് പേര് മാറ്റേണ്ടി വന്ന ഒരാളാണ്. കേരളത്തിൻ്റെ ആദ്യത്തെ സാമൂഹിക പ്രസ്ഥാനമായ സമത്വ സമാജം അത് സ്ഥാപിച്ചതൊക്കെ ഈ പറഞ്ഞ വൈകുണ്ഠ സ്വാമികൾ. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് വരാം. നമുക്ക് ആദ്യം എന്താ, വൈകുണ്ഠ സ്വാമിയുടെ ജനനം 1809 മാർച്ച് 12 നാഗർകോവിലെ സ്വാമിത്തോപ്പിലാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ ജനനം. നാഗർകോവിലെ സ്വാമിത്തോപ്പിലാണ് വൈകുണ്ഠ സ്വാമികളുടെ ജനനം നടക്കുന്നത്. സ്വാമിത്തോപ്പ് എന്ന് ഓർത്താൽ മതി, നാഗർകോവിലെ സ്വാമിത്തോപ്പ്. ഡേറ്റ് നിങ്ങൾ പഠിക്കണ്ട. നാഗർകോവിലെ സ്വാമിത്തോപ്പിലാണ് ജനിച്ചത് നിങ്ങൾ ഓർത്താൽ മതി. അപ്പോൾ ആദ്യം അദ്ദേഹത്തിന് നൽകിയ പേരെന്താണ്, മുടിചൂടും പെരുമാൾ എന്ന പേരാണ് അദ്ദേഹത്തിന് ആദ്യം നൽകിയത്. മുടിചൂടും പെരുമാൾ എന്ന പേരാണ് നൽകിയത്. പിന്നീട് എന്താ, ജാതിവാദികളുടെ എതിർപ്പിനെ തുടർന്ന് പേര് മാറ്റേണ്ടി വന്നു. പിന്നെ എന്താണ് പേര് സ്വീകരിച്ചത്, മുത്തുക്കുട്ടി എന്നാണ് പിന്നെ അദ്ദേഹം സ്വീകരിച്ച പേര്. മുത്തുക്കുട്ടി എന്ന പേരാണ് പിന്നീട് അദ്ദേഹം സ്വീകരിച്ചത്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രസ്ഥാനമായ സമത്വ സമാജത്തിൻ്റെ സ്ഥാപകനാണ് ഈ പറയുന്ന വൈകുണ്ഠ സ്വാമികൾ. വർഷം 1836 കേട്ടോ. 1836 അദ്ദേഹം സമത്വ സമാജം സ്ഥാപിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രസ്ഥാനമാണ് ഈ പറയുന്ന സമത്വ സമാജം. വർഷം 1836. അതുപോലെ തന്നെ തൂവയിൽ പന്തി കൂട്ടായ്മയുടെ സ്ഥാപകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ പറഞ്ഞ വൈകുണ്ഠ സ്വാമികൾ തന്നെയാണ്. അതുപോലെ തന്നെ സ്വാമികളുടെ പ്രധാന ശിഷ്യൻ, വൈകുണ്ഠ സ്വാമികളുടെ പ്രധാന ശിഷ്യനാണ് ആര്, തൈക്കാടയ്യ. ഓക്കെ, സ്വാമികളുടെ പ്രധാന ശിഷ്യനാണ് തൈക്കാടയ്യ. കലിയുഗത്തിന് പകരം ധർമ്മയുഗം സ്ഥാപിക്കാൻ ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. കലിയുഗത്തിന് പകരം ധർമ്മയുഗം സ്ഥാപിക്കാൻ ആഹ്വാനം ചെയ്ത ആളാണ് ഈ പറയുന്ന വൈകുണ്ഠ സ്വാമികൾ കേട്ടോ. കലിയുഗത്തിന് പകരം ധർമ്മയുഗം സ്ഥാപിക്കാൻ അവകാശപ്പെട്ട ആളാണ് വൈകുണ്ഠ സ്വാമികൾ. അതുപോലെ തന്നെ താൻ വിഷ്ണുവിൻ്റെ അവതാരമാണ് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് ഈ പറയുന്ന വൈകുണ്ഠ സ്വാമികൾ. താൻ വിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് പ്രഖ്യാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. അങ്ങനെ പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. അതുപോലെ തന്നെ അദ്ദേഹം സമ്പൂർണ്ണ ദേവൻ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. പിന്നെന്താ, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, നിശാപാഠശാല എപ്പോൾ പറഞ്ഞു, ശ്രീനാരായണ ഗുരുവിൻ്റെ
കാര്യം പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു വർക്കലയിലെ നിശാപാഠശാല തുടങ്ങി. അതിന് മുന്നേ നിശാപാഠശാല ആദ്യമായി തുടങ്ങിയ ആളാണ് കേട്ടോ ഈ പറയുന്ന വൈകുണ്ഠ സ്വാമികൾ. ഏറ്റവും ആദ്യം നിശാപാഠശാല ആരംഭിച്ച ആളാണ് ഈ പറയുന്ന വൈകുണ്ഠ സ്വാമികൾ. അതുപോലെ ഏറ്റവും ആദ്യം കണ്ണാടി പ്രദർശനം നടത്തിയ ആളാണ് വൈകുണ്ഠ സ്വാമികൾ. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് വരാം. ദക്ഷിണേന്ത്യയിലെ ആദ്യമായി കണ്ണാടി പ്രദർശനം നടത്തിയ നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ശ്രീനാരായണ ഗുരു അല്ല, വൈകുണ്ഠ സ്വാമികളാണ് കേട്ടോ. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും ആദ്യമായി കണ്ണാടി പ്രദർശനം നടത്തുന്നത് ആരാന്ന് ചോദിച്ചാൽ വൈകുണ്ഠ സ്വാമികളാണ് അങ്ങനെ ഒരു പ്രദർശനം നടത്തുന്നത്. അതുപോലെ തന്നെ സ്വാമിത്തോപ്പിലെ മുന്തിരിക്കിണർ പണിതത് വൈകുണ്ഠ സ്വാമികളാണ്. അന്ന് കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാനും ഒക്കെ ആയിട്ട് ജാതീയമായ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും കിണറ്റിൽ നിന്നും വെള്ളം എടുക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഓരോ ജാതിയിലുള്ളവർക്ക് അവർക്ക് പ്രത്യേകം കണ്ടു. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പ്രത്യേക കിണർ കുത്തിയതാണ് ഈ പറയുന്ന വൈകുണ്ഠ സ്വാമികൾ. അതിന് മുന്തിരക്കിണർ എന്നാണ് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ വൈകുണ്ഠസ്വാമി മതം സ്ഥാപിച്ചു. സ്വയം ദൈവമാണ് പ്രഖ്യാപിച്ച ആളാണ്. അദ്ദേഹം എന്ത് ചെയ്തു? കൃഷ്ണന്റെ അവതാരമാണ് അല്ലെ, വിഷ്ണുവിന്റെ അവതാരമാണെന്നൊക്കെ പറഞ്ഞ ആളാണ്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഒരു മതം സ്ഥാപിച്ചു. അതിന്റെ പേരാണ് എന്ത്? അയ്യാവഴി അല്ലെ, എൻ വഴി തനി വഴി എന്നൊക്കെ പറഞ്ഞാൽ അയ്യാവഴി എന്നൊരു മതം അദ്ദേഹം സ്ഥാപിച്ചു. അതുപോലെ തന്നെ അതിന്റെ ചിഹ്നം, അയ്യാവഴി മതത്തിന്റെ ചിഹ്നം എന്ന് പറയുന്നത് ദ്വിജാല വഹിക്കുന്ന താമരയാണ് കേട്ടോ. ദ്വിജാല വഹിക്കുന്ന താമരയാണ്. താമരയും അതുപോലെ തന്നെ ദ്വിജാല, അത്ര ഓർത്താൽ മതി. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആരാധനാലയം അറിയപ്പെടുന്നതാണ് നിഴൽ താങ്കൾ എന്നാണ് അദ്ദേഹത്തിന്റെ ആരാധനാലയം അറിയപ്പെടുന്ന പേര്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബൈബിൾ ഉണ്ട്, അയ്യാവഴിയുടെ ബൈബിൾ. ഈ മതത്തിന്റെ ബൈബിൾ എന്ന് അറിയപ്പെടുന്ന പുസ്തകമാണ് എന്ത്? അഖിലത്തിരട്ട് അമ്മനൈ എന്ന പുസ്തകമാണ് അയ്യാവഴിയുടെ ബൈബിൾ എന്ന് അറിയപ്പെടുന്ന പുസ്തകം. അതുപോലെ തന്നെ അദ്ദേഹം ദേവദാസി സമ്പ്രദായത്തെ എതിർത്തു. അതോടൊപ്പം തന്നെ ചന്നാർ കലാപത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ കേട്ടോ. ചന്നാർ കലാപത്തിന് നേതൃത്വം, ചന്നാർ കലാപം നടക്കുന്നത് 1813 മുതൽ 1859 വരെയാണ്. മാറുമറക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമരമാണ് ചന്നാർ കലാപം. അപ്പോൾ നടക്കുന്ന വർഷമാണ് 1813 മുതൽ 1859 വരെയാണ് കേട്ടോ. അന്ന് താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീകൾക്കൊന്നും മാറുമറക്കാൻ അവകാശമില്ല. അപ്പം അങ്ങനെ ചെയ്യുന്ന തെറ്റാണ് എന്നൊക്കെയുള്ള രീതിയിൽ ആളുകളെ അണിനിർത്തുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള, അതിനെല്ലാം നേതൃത്വം കൊടുത്ത ഒരാളും കൂടിയാണ് ഈ പറയുന്ന ആര്? വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ. അപ്പം നങ്ങേലി എന്നൊരു സ്ത്രീ ഉണ്ട്. അത് 1803 ആ ഒരു സമയത്താണ്. ആ സമയത്ത് ബ്രസ്റ്റ് ടാക്സ് അല്ലെങ്കിൽ മുലക്കരം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ച ഒരു സ്ത്രീയാണ് കേട്ടോ. നങ്ങേലി എന്നൊരു സ്ത്രീയാണ്. അപ്പോൾ ആ ഒരു പേരും നിങ്ങൾ ഓർമ്മയിലുണ്ടാവട്ടെ. അപ്പം ചന്നാർ കലാപം കേട്ടോ. ചന്നാർ കലാപം 1813 മുതൽ 1859 വരെയാണ്. അതുപോലെ ദേവദാസി സമ്പ്രദായത്തിനെതിരെ സംസാരിച്ച നവോത്ഥാന നായകൻ എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന വൈകുണ്ഠ സ്വാമികൾ തന്നെയാണ്. അപ്പം ഇനി അദ്ദേഹത്തിൻ്റെ വാചകങ്ങളിലോട്ട് വരാം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു കുലം, ഒരു നീതി അല്ലെ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. അതുകൂടാതെ എന്താണ്? ആ കൂടെ തന്നെ ഒരു കുലം, ഒരു നീതി എന്നും കൂടെ പറഞ്ഞത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് കേട്ടോ. അതുപോലെ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പ്രഖ്യാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പ്രഖ്യാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. തിരുവിതാംകൂറിലെ ഭരണത്തെ വിശേഷിപ്പിച്ചത് കരിനീച ഭരണം എന്നായിരുന്നു കേട്ടോ. തിരുവിതാംകൂറിന്റെ ഭരണത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത് കരിനീച ഭരണം എന്നായിരുന്നു. അതുപോലെ തന്നെ എന്താ? ബ്രിട്ടീഷ് ഭരണത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത് വെണ്ണീച ഭരണം എന്നാണ്. ബ്രിട്ടീഷ് ഭരണത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത് വെണ്ണീച ഭരണം എന്നാണ്. അതുപോലെ തിരുവിതാംകൂർ രാജാവിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് എന്താ? അനന്തപുരിയിലെ നീചൻ എന്നാണ് തിരുവിതാംകൂറിലെ രാജാവിനെ അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ എന്തായി? അദ്ദേഹം ജയിലിലായി. ഏത് ജയിലിലായി? ശിങ്കാരത്തോപ്പ് ജയിലിലാണ് വൈകുണ്ഠ സ്വാമികൾ കിടന്നത് കേട്ടോ. എത്ര ദിവസം കിടന്നു? 110 ദിവസം അദ്ദേഹം കിടക്കുകയുണ്ടായി കേട്ടോ. ശിങ്കാരത്തോപ്പ് ജയിലിലാണ് വൈകുണ്ഠ സ്വാമികൾ കിടന്നത്. 110 ദിവസം ജയിലിൽ കിടന്നു. മോചിത ആയത് 1839 മാർച്ച് 26. ഡേറ്റ് ഓർമ്മ വെക്കണ്ട, പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഇത് PDF ആയിട്ട് നിങ്ങൾക്ക് കിട്ടുമ്പം നിങ്ങൾക്ക് എന്താണ് ഇതെല്ലാം ഒരു ആഡ് ഓൺ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള PSC പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആവും. അതുകൊണ്ട് ഇതെല്ലാം ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ ഈ ഡേറ്റിന് ഒരു പ്രത്യേകത കൂടെയുണ്ട്. അത് കന്യാകുമാരി ജില്ലയ്ക്ക് പൊതു അവധിയാണ് ഈ ഒരു ഡേറ്റിൽ കേട്ടോ. മാർച്ച് 26 കന്യാകുമാരി ജില്ലയ്ക്ക് പൊതു അവധിയായിട്ടുള്ളൊരു ഡേറ്റാണ്. ഇന്നും പൊതു അവധി തന്നെയാണ്. ഓക്കെ. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് വരുന്ന ഒരു കൃതിയും കൂടി ഉണ്ട് അദ്ദേഹത്തിന്. അരുൾനൂല് എന്നൊരു കൃതി കൂടിയുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതും ഇപ്പം ഈ പറഞ്ഞ വൈകുണ്ഠ സ്വാമികളുടെ കൃതി തന്നെയാണ് കേട്ടോ, അരുൾനൂല് എന്ന കൃതി. ഇനി നമുക്ക് പല പന്തിഭോജനങ്ങളുണ്ട്. അതിൽ ഓരോ നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ഇപ്പം സമപന്തി ഭോജനം വൈകുണ്ഠ സ്വാമികൾ ആരംഭിച്ചതാണ്. അതുപോലെ എന്താ? പന്തിഭോജനം തൈക്കാടയ്യ സംഘടിപ്പിച്ചതാണ്. പിന്നെ മിശ്രഭോജനം 1917 മിശ്രഭോജനമാണ് ആര്? സഹോദരൻ അയ്യപ്പൻ
സംഘടിപ്പിച്ചത്. നേരത്തെ ശ്രീനാരായണ ഗുരുവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് നിങ്ങളോട് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മിശ്രഭോജനം നടത്തുന്നവരാണ് 1917 സഹോദരൻ അയ്യപ്പനാണ്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു നടത്തുന്ന 1915 ഊട്ടിയിൽ വെച്ചിട്ടാണ് കേട്ടോ. ഊട്ടിയിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നതാണ്. ഈ മിശ്രഭോജനം നടക്കുന്നത് സഹോദരൻ അയ്യപ്പൻ സംഘടിപ്പിച്ചത് 1917 ചെറായിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അതുപോലെ തന്നെ പ്രീതിഭോജനം നടത്തിയതെന്ന് വെച്ചാൽ വാഗ്ഭടാനന്ദനാണ് കേട്ടോ. പ്രീതിഭോജനം നടത്തിയത് വാഗ്ഭടാനന്ദനാണ്. അപ്പോൾ നമുക്ക് അടുത്ത തൈക്കാടയ്യയുടെ കാര്യം നോക്കാം. നേരത്തെ നമ്മൾ ആശാൻ ജയിലിൽ കിടന്ന കാര്യം പറഞ്ഞല്ലേ. ആശാൻ വലിയ സമരമൊക്കെ നടത്തി അല്ലേ. വൈകുണ്ഠസ്വാമികൾ സ്വയം വിഷ്ണു ആണെന്ന് പറയുന്നു. ആരോട് പറയുന്നു? തിരുവിതാംകൂർ അല്ല, തിരുവിതാംകൂർ രാജ്യത്തെ ഭരണാധികാരികൾ ഒക്കെ ഇപ്പോൾ കേൾക്കുകയാണ് വിഷ്ണു ആണെന്ന്. അവർ പത്മനാഭദാസൻ, അതായത് വിഷ്ണുവിൻ്റെ വലിയ ഭക്തർ. അപ്പോൾ അതിന് മുന്നേ ഒരാൾ വന്നിട്ട് അവർ നോക്കുമ്പോൾ എന്താ അധസ്ഥിത വിഭാഗത്തിൽ നിന്ന് ഒരുത്തം വന്നിട്ട് പറയുകയാണ് ഞാൻ വിഷ്ണുവിൻ്റെ അവതാരമാണ്, ദേഷ്യം വരുമോ? ഓക്കെ. പിന്നെ എന്ത് പറഞ്ഞു? വെണ്ണീച ഭരണം, അതുപോലെ കരിനീച ഭരണം, ഇങ്ങനെയൊക്കെ വിളിക്കുന്നു. അതുപോലെ രാജാവിനെ എന്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് ശേഷം എന്ത് ചെയ്തു? പിടിച്ച് അകത്തിടുന്നുണ്ട്. ആ അകത്ത് ഈ ആശാനെ പിടിച്ചിടുകയാണ് അല്ലേ. വൈകുണ്ഠസ്വാമി എന്ന ആശാനെ പിടിച്ചിടുമ്പോൾ ഒരു ശിഷ്യൻ ഇറങ്ങുന്നുണ്ട് ഇറക്കിക്കൊണ്ട് വരാനായിട്ട്. അപ്പം അങ്ങനെ ഇറങ്ങി വന്ന ശിഷ്യനാണ് ഈ പറയുന്ന തൈക്കാടയ്യ കേട്ടോ. അപ്പം തൈക്കാടയ്യ എന്ന് പറയുന്ന ആരാണ്? നമ്മൾ നേരത്തെ ശ്രീനാരായണ ഗുരുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ. ശ്രീനാരായണ ഗുരുവിൻ്റെ ആശാൻ ആരാണ്? ഈ പറഞ്ഞ തൈക്കാടയ്യാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആശാൻ ഈ പറയുന്ന തൈക്കാടയ്യാണ്. ഹഠയോഗ കാര്യങ്ങളെല്ലാം അഭ്യസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പം ഇങ്ങനെയുള്ള ഈ തൈക്കാടയ്യയുടെ ഗുരുവാണ് നമ്മൾ ഈ പറഞ്ഞ വൈകുണ്ഠസ്വാമി. അതായത് വൈകുണ്ഠസ്വാമിയുടെ ശിഷ്യനാണ് തൈക്കാടയ്യ. തൈക്കാടയ്യയുടെ ശിഷ്യനാണ് ഈ പറയുന്ന ആര്? ശ്രീനാരായണ ഗുരു. അതുപോലെ തന്നെ ഈ പറയുന്ന തൈക്കാടയ്യ വേറെ എന്ത് ചെയ്യുന്നുണ്ട്? സ്വാമി വിവേകാനന്ദനെ ചിന്മുദ്രയുടെ പ്രാധാന്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ പുള്ളിയാണ് ഈ പറയുന്ന തൈക്കാടയ്യ എന്നയാൾ. ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്താണ്? പൂർവ്വനാമമാണ് സുബ്ബരായർ. തൈക്കാടയ്യയുടെ പൂർവ്വനാമം സുബ്ബരായർ. അതുപോലെ വേറെ പേരുണ്ട് സദാനന്ദൻ. ഗുരുവിൻ്റെ ഗുരു അല്ലേ. ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുവാണ്. അപ്പോൾ ഗുരുവിൻ്റെ ഗുരു ശിവരാജയോഗി എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ എന്താ പാണ്ഡിപ്പറയൻ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്. സൂപ്രണ്ടയ്യ, ഹഠയോഗോപദേഷ്ട എന്നൊക്കെ അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്. സൂപ്രണ്ടയ്യ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് വിളിക്കുന്നത് നമുക്ക് നോക്കാം. അദ്ദേഹം എങ്ങനെയാണ് സൂപ്രണ്ടാവുന്നതൊക്കെ നമുക്ക് നോക്കാം. അപ്പം വൈകുണ്ഠസ്വാമികളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ മുൻകൈ എടുത്ത നവോത്ഥാന നായകനാണ് ഈ പറയുന്ന തൈക്കാടയ്യ. അതുപോലെ തന്നെ എന്താ പന്തിഭോജനം ഇദ്ദേഹം സംഘടിപ്പിക്കുകയുണ്ടായി. അതുപോലെ എന്താ ചാലയിൽ സ്ഥാപിച്ച ആത്മീയ കേന്ദ്രം അല്ല, ഇദ്ദേഹം ചാലയിൽ ഒരു ആത്മീയ കേന്ദ്രം സ്ഥാപിച്ചു. അതിൻ്റെ പേരാണ് ശൈവപ്രകാശ സഭ. ശൈവപ്രകാശ സഭയാണ് ചാലയിൽ അദ്ദേഹം സ്ഥാപിച്ച ആത്മീയ കേന്ദ്രം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു യാത്രാ വിവരണമാണ് എൻ്റെ കാശി യാത്ര എന്നത്. തൈക്കാടയ്യയുടെ യാത്രാ വിവരണമാണ് എൻ്റെ കാശി യാത്ര എന്ന പുസ്തകം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചില വാക്യങ്ങളുണ്ട്. ഏതൊരു യോഗിക്കും വിഗ്രഹപ്രതിഷ്ഠ നടത്താം എന്ന് പറഞ്ഞാൽ തൈക്കാടയ്യാണ് അല്ലേ. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഗുരുവുണ്ട്. എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്നു തൈക്കാടയ്യയുടെ ഗുരു വൈകുണ്ഠസ്വാമി. അദ്ദേഹം ആണ് ഏറ്റവും ആദ്യമേ സൗത്ത് ഇന്ത്യയിൽ ദക്ഷിണേന്ത്യയിൽ കണ്ണാടി പ്രദർശന നടത്തുന്നത്. അപ്പം ആ ഗുരുവിൻ്റെ ശിഷ്യൻ ഇത് പറയും അല്ലേ, ഏതൊരു യോഗിക്കും വിഗ്രഹ പ്രദർശനം നടത്താം. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനുണ്ട് ആരാ? ശ്രീനാരായണ ഗുരു. അദ്ദേഹം കണ്ണാടി പ്രദർശനം നടത്തി. ഓക്കെ. അപ്പം ഏതൊരു യോഗിക്കും വിഗ്രഹ പ്രദർശനം നടത്താം എന്ന് അഭിപ്രായപ്പെടുന്നത് തൈക്കാടയ്യാണ്. അതുപോലെ തന്നെ ഇന്ത്യ ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന് പ്രഖ്യാപിച്ചത് തൈക്കാടയ്യാണ്. ഇദ്ദേഹത്തിൻ്റെ ശിഷ്യൻ എന്ത് പറഞ്ഞു? ഒരു ജാതി, ഒരു ദൈവം, ഒരു മതം എന്ന് ഇദ്ദേഹത്തിൻ്റെ ശിഷ്യൻ പറയുകയുണ്ടായി. ഇദ്ദേഹത്തിൻ്റെ ഗുരു അതിൻ്റെ കൂടെ ഒരേ ഉലകം, ഒരേ നീതി എന്നൊക്കെ കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഓക്കെ. അപ്പം ഈ വാക്യങ്ങളൊക്കെ പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞ രണ്ട് വാക്യങ്ങൾ, ഏതൊരു യോഗിക്കും വിഗ്രഹ പ്രദർശനം നടത്താം, തൈക്കാടയ്യ പറഞ്ഞു. അതുപോലെ ഇന്ത്യ ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്നൊക്കെ പ്രഖ്യാപിച്ചതും തൈക്കാടയ്യാണ്. ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ശിഷ്യ സമ്പത്തിലേക്ക് ഒന്ന് നോക്കാം. ഒരു വലിയൊരു ശിഷ്യ സമ്പത്താണ്. ആരാ? ശ്രീനാരായണ ഗുരു. സ്വാതി തിരുനാൾ. അതുപോലെ തന്നെ അപ്പോൾ പിന്നെ എളുപ്പമല്ലേ, ആശാനെ ജയിലിൽ നടക്കാൻ എളുപ്പമല്ലേ. ശരി. പിന്നെ രാജാ രവിവർമ്മ, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, കേരളവർമ്മ, വലിയ കോയി തമ്പുരാൻ, മഗ്രിഗർ തുടങ്ങിയവർ. ആ സമയത്ത് ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്നു ഈ പറഞ്ഞ മഗ്രിഗർ കേട്ടോ. അപ്പോൾ മഗ്രിഗറൊക്കെ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. അതുപോലെ തന്നെ ആയിരം തിരുനാളിൻ്റെ കാലത്ത് മഗ്രിഗർ അയ്യാവിനെ തൈക്കാട് റെസിഡൻറ്റിൻ്റെ മാനേജറായിട്ട് നിയമിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം ആരാണ്? സൂപ്രണ്ടയ്യ എന്നൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ. അതുപോലെ തന്നെ ആ ഔദ്യോഗിക വസതിയുടെ നാമം എന്താണ്? സാനഡ് കേട്ടോ. സാനഡ് എന്ന ഔദ്യോഗിക വസതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസവും. ഓക്കെ. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ സമാധിയിലോട്ട് വരുമ്പം തൈക്കാടയ്യയുടെ സ്മരണാർത്ഥം തിരുവനന്തപുരത്ത് 1943 അയ്യാസ്വാമി ക്ഷേത്രം, അതൊരു ശിവക്ഷേത്രമാണ്, അത് സ്ഥാപിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ സമാധി എന്ന സ്ഥലം വരുന്നത് തൈക്കാട് എന്ന സ്ഥലത്താണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ പാർട്ടിൽ നമ്മൾ ഇത്രയും ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇനി ഒരു പാർട്ടും കൂടി ഉണ്ടാവും. ആ പാർട്ടിൽ നമുക്ക് ബാക്കിയുള്ള
നവോത്ഥാന നായകന്മാരുടെ കാര്യമെല്ലാം നമുക്ക് പഠിച്ച ആ ഒരു പോർഷൻ കൂടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഇനിയൊരു 4 ക്ലാസ് അത്രയും മതിയാവും. ഈ വരുന്ന ആഴ്ച കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ക്ലാസ്സുകളെല്ലാം വൈൻഡപ്പ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് 10 ദിവസം ഒരു സമയമുണ്ട്. അപ്പോൾ 19-ാം തീയതി എന്നൊരു ഡേറ്റ് ആയിരിക്കും വൈൻഡപ്പ് മോസ്റ്റ്ലി ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ഡേറ്റ് കഴിഞ്ഞാലും പിന്നെ നിങ്ങൾക്ക് 10ാമത്തെ ദിവസം പിന്നെ പരീക്ഷ നടക്കുന്നത്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ തന്നെ നിങ്ങൾ ഇതിന് മുന്നത്തെ പോർഷൻസ്, ഇപ്പോൾ ഈ കണ്ട ക്ലാസ്സും ഇതിന് മുന്നത്തെ ക്ലാസ്സുകളും എല്ലാം തന്നെ നിങ്ങൾ റിവിഷൻ ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ നോട്ട്സ് നിങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ വരും. അതുപോലെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇതുവരെ നിങ്ങൾ ജോയിൻ ആയിട്ടില്ലെങ്കിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ അതിൽ നിങ്ങളൊന്ന് ജോയിൻ ചെയ്തോളൂ. നിങ്ങൾക്ക് നോട്ട്സും അതുപോലെ ഇതിന് മുന്നത്തെ ക്ലാസ്സിന് ലിങ്കും എല്ലാം കിട്ടും. ഇനി അതല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ നമ്മുടെ ക്ലാസ്സുകളെല്ലാം കിടപ്പുണ്ട്. നോട്ട്സിന് നിങ്ങൾക്ക് ടെലഗ്രാമിൽ തന്നെ വരേണ്ടി വരും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്